today we are going to start. Okay, so today we are going to start a new session. നമ്മൾ exam finally exam ഇവിടെ എത്തിയിട്ടുണ്ട്. How are you all doing? ഇന്നത്തെ exam എങ്ങനെ ഉണ്ടായിരുന്നു? Hello, hi everyone. Hi all. Okay, so as നമ്മളെ തമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ എല്ലാ പോയംസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്താ പഠനമൊക്കെ കഴിഞ്ഞോ? ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണോ പഠനമൊക്കെ? പ്ലീസ് ടെൽ മീ. എക്സാം വാസ് നൈസ്. ഗുഡ് ഈവനിങ് ആദിഷ്. Okay, so each and every poem നമ്മൾ വളരെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്ത് കൈൻഡ്സ് ഓഫ് ഡൗട്ട്സ് റിലേറ്റഡ് ടു പോയംസ് ഇന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് ക്ലിയർ ചെയ്ത് പക്ക ആക്കിയിട്ട് ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, എക്സാം സെറ്റ് ആക്കി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ കമ്മിങ് ഡേ ഇംഗ്ലീഷ് എക്സാമും സെറ്റ് ആക്കണം. എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടോ? ഫ്രീ അല്ലേ? കൂൾ അല്ലേ? യെസ്, അപ്രീസിയേഷൻസ് ഡൺ. വെരി ഗുഡ്. Okay, so let's start. നമുക്ക് വെറുതെ ലേറ്റ് ആക്കണ്ട. I am beginning with the chapter Lines Written in Early Spring. എന്താ Lines Written in Early Spring? Who is the author of this poem Lines Written in Early Spring? Okay, മലയാളം അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് മലയാളത്തിന്റെ A+ നിങ്ങൾ അങ്ങനെ സെക്യൂർഡ് ആക്കി വെച്ചു അല്ലേ? ബാക്കി 9 A+ ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്, റൈറ്റ്? യെസ്. So who is the author of Lines Written in Early Spring? Please tell me. വില്യം വേർഡ്സ്വർത്ത്. വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ ആ ഓതർ, ആ ഒരു പോയറ്റ് ഒരു ഗ്രൂവിൽ ഇരിക്കുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട്സും സൗണ്ട്സും ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ വരുന്നുണ്ട്. അതേപോലെ നല്ല നല്ല സൗണ്ട്സ് കേൾക്കുന്നുണ്ട്, നല്ല നല്ല കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെ ടുവേർഡ്സ് ദി എൻഡ് അദ്ദേഹത്തിന് കുറച്ച് സാഡ് തോട്ട്സ് മൈൻഡിലേക്ക് വരുവാണ് അല്ലേ? എന്താലോചിക്കുന്ന സമയത്താണ് സാഡ് തോട്ട്സ് മൈൻഡിലേക്ക് വരുന്നത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യരോടും മനുഷ്യൻ പ്രകൃതിയോടും ചെയ്യുന്ന പ്രവർത്തികൾ ആലോചിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സങ്കടം ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സാഡ് തോട്ടിലേക്ക് അദ്ദേഹം പോകുന്നത് അല്ലേ? സോ ഈ പോയത്തിൽ പറയുന്നുണ്ട് ഹ്യൂമൻസ് നോട്ട് ഓൺലി ഹാം ദംസെൽസ്. സ്വയം മാത്രമല്ല മനുഷ്യന്മാരെ ഡിസ്ട്രക്ഷൻ അതും ഇതും നടത്തുന്നത് എന്തൊക്കെയാണ്? ബട്ട് ഓൾസോ ദേ ഡിസ്ട്രോയ് നേച്ചർ അല്ലേ? പൊല്യൂട്ട് എയർ ആൻഡ് വാട്ടർ. അങ്ങനെ പല രീതിയിലാണ് മനുഷ്യന്മാർ ഈ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ഈ വക കാര്യങ്ങളാണ്. ബ്ലോയിങ് ഇൻ ദ വിൻ അപ്രീസിയേഷൻ ചോദിക്കുമോ? നമുക്ക് 5 പോയംസ് ആണ് ഉള്ളത് അല്ലേ? അതിൽ ഏത് അപ്രീസിയേഷനും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ശരിക്കും എപ്പോഴും വരാറുള്ളത് അപ്രീസിയേഷൻ ഈ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ ആണ്. അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടുത്ത കൊല്ലം മാറും. അപ്പം അവർക്ക് എവിടെ നിന്നും എങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, യെസ്. അപ്പം ഹ്യൂമൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വരും തലമുറേനെ ഒന്നും പരിഗണിക്കാതെ, ഇവിടെയുള്ള മറ്റ് ക്രിയേച്ചേഴ്സിനെ ഒന്നും പരിഗണിക്കാതെയാണ് ഓരോ ചെയ്തികളും ഇവിടെ നേച്ചറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? റൈറ്റ്? യെസ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ലൈൻസ് നമുക്ക് ലൈൻ ബൈ ലൈൻ അതിന്റെ മീനിങ് നോക്കാം. പ്ലീസ് ഡു ലിസൺ. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാം 4 വരികളിലായിട്ട് പോകുന്നത് അല്ലെ? 4 ലൈൻസ് സ്റ്റാൻസാസ് നമ്മൾ പറയുന്ന പേരെന്താ? ക്വാട്രൈൻസ് എന്നാ പറയാറുള്ളത്. ഐ ഹോപ്പ് യു പീപ്പിൾ റിമെമ്പർ ക്വാട്രൈൻസ്. അതുപോലെ ഈ ചാപ്റ്ററിൽ എത്ര ക്വാട്രൈൻസ് ഉണ്ട്? 6 ക്വാട്രൈൻസ് ഉണ്ട് അല്ലെ? റൈറ്റ്? ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന റൈം സ്കീം എന്താന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് സ്റ്റാൻസയിൽ മാം ഇനി നോ 10th. ഓക്കെ, ഫസ്റ്റ് യെസ്, ക്വാട്രീസ് അല്ല ക്വാട്രൈൻസ് കേട്ടോ. 6 ക്വാട്രൈൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന റൈം സ്കീം എന്താ അറിയോ? ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള റൈം സ്കീം പ്ലീസ് ടെൽ മീ. ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള റൈം സ്കീം വെരി ഗുഡ്. എ ബി ആണ് അല്ലേ? എ ബി ആണ് റൈം സ്കീം വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലൈൻ ബൈ ലൈൻ ഇതിന്റെ മീനിങ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ പോയറ്റ് സിറ്റിംഗ് ഇൻ എ ഗ്രൂവ് അല്ലേ? ഒരു തോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡിലൂടെ പോകുന്ന തോട്ട്സ് ആണ് ഈ പോയത്തിൽ പറയുന്നത്. സോ പ്ലീസ് ഡു ലിസൺ. ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ആരാ? ഐ പോയറ്റ് ആണ് അല്ലേ? വൈൽ ഇൻ എ ഗ്രൂവ് ഐ സേഡ് റിക്ലെയിൻഡ്. ഞാൻ ആ ഒരു ഗ്രൂവിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് കേട്ടു? 1,000 ബ്ലെൻഡഡ് ആയിട്ടുള്ള നോട്ട്സ് കേട്ടു. എന്നാൽ ഈ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു തോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു
ഒരു ഗാർഡനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പലതരം സൗണ്ട്സ് കേൾക്കാം അല്ലെ. അവിടെ ഒരു സ്ട്രീം ഉണ്ടെങ്കിൽ, ഒരു അരുവി ഉണ്ടെങ്കിൽ അതിന്റെ സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബേർഡ്സിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പലതരം സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റൂല്ലേ. സോ അതാണ് അദ്ദേഹം പറഞ്ഞത്, ബ്ലെൻഡഡ് ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള കുറെ സൗണ്ട്സ് അദ്ദേഹം കേട്ടു. I heard 1,000 blended notes. എടാ 1,000 blended notes ഒക്കെ കേട്ടിട്ടുണ്ടാവോ? 1000 സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അത് വെറുതെ ചുമ്മാ പറഞ്ഞല്ലേ. അതിനെന്താ പറയാ? അങ്ങനെ ചുമ്മാ തള്ളി വിടുന്നതിന്, കൂട്ടി പറയുന്നതിന് എന്താ പറയാ? ചെറിയ കാര്യം വലുതാക്കി പറയുന്നതിന് എന്തോന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. അതെന്താണെന്നറിയോ? I heard 1,000 blended notes. 1,000 mixed notes ഞാൻ കേട്ടു. 1,000 ഒന്നും എന്തായാലും കേട്ടിട്ടുണ്ടാവും. വെരി ഗുഡ്. ഇറ്റ് ഈസ് ഹൈപ്പർബലി അല്ലേ? ഹൈപ്പർബലി ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഹൈപ്പർബലി. വെരി ഗുഡ്. ഓക്കെ. അപ്പം അദ്ദേഹം ഒരു റിലാക്സ്ഡ് ആയിട്ട് ഒരു ഗ്രൂവിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത്രയും കേൾക്കുന്നത്, സൗണ്ട്സ് കേൾക്കുന്നത്. Then in that sweet mood, when pleasant thoughts. ഹായ് ഡിയേഴ്സ്. അപ്പൊ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നടാ? അതാ നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് എക്സാമില് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരാൻ നമ്മുടെ അദീബ മിസ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മലയാളം എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നടാ മക്കളെ? നിങ്ങൾ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടാവും. തുടങ്ങി തന്നെ കുറെ പേര് പറഞ്ഞു മലയാളം എക്സാം അടിപൊളിയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു മിസ്സേ എക്സാമില്? 40 out of 40 എന്നൊക്കെ പറയുന്നുണ്ട്, ഈസി ആന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ എങ്ങനെയാണോ മലയാളം നമ്മൾ ഇരുന്ന് പഠിച്ചത് അതേപോലെ തന്നെ ഓരോ പാഠത്തിലെയും, അതായത് നമ്മൾ വെറുതെ പാഠഭാഗം പഠിക്കുക എന്നുള്ള ഒരു രീതി മാറ്റിയിട്ട് അതന്നെ നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ളത് നമ്മൾ എന്താണ് ഈ ഒരു ലൈവില് മിസ് അദീബ മിസ് മാത്രമല്ല നമ്മുടെ ശ്രീലക്ഷ്മി മിസ് ആണെങ്കിലും എന്താണ് നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതിയടാ, ഇത്ര എഫേർട്ട് എടുക്കുന്നതല്ലേ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് പറയാ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സമ്പണ്ട് പറയുന്നുണ്ട് യെസ്, നമ്മുടെ നിർമാലയുണ്ട്, നിധിനുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ മാക്സിമം എന്റെ മക്കൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ, നമ്മൾ അത്രയും എഫേർട്ട് ബാക്കിയുള്ള A+ കൂടെ കിട്ടിയാൽ മതി അല്ലേ. അതെ, നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ മതിയടാ. മാക്സിമം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലെ എത്ര നല്ല ക്ലാസ് ആണ്, അപ്പൊ എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല? പലർക്കും എന്താണ് ഇന്ന് പലപ്പോഴും മലയാളം എളുപ്പം എന്നുള്ളതിൽ കടുപ്പമായി. എന്തുകൊണ്ട് അല്ലെ? കൃത്യമായിട്ട് നമ്മൾ എന്താണ് എല്ലാ ചോദ്യങ്ങളും പലരും പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് പല കുഞ്ഞുങ്ങൾക്കും എന്താണ് അത് കടുപ്പമായത്. പക്ഷെ എന്താണ് നമ്മുടെ റേസ് ചെയ്യേണ്ട മക്കളെ എല്ലാവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നല്ല ക്ലാസ് ആണ് അല്ലെ, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അനുഭവം വെച്ച് നിങ്ങൾ മാക്സിമം എല്ലാവരും കൂട്ടി വരിക അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൗണ്ടൊക്കെ കൂട്ടിയതാ നമ്മുടെ അദീബ മിസ്സിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വെറുതെ കേട്ടിരിക്കല്ല, നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം അല്ലെ. എന്താണ് അല്ലെങ്കിൽ മിസ്സേ അത് എനിക്ക് മനസ്സിലായില്ല എന്ന് നിങ്ങൾ ചോദിച്ച് നിങ്ങൾ നോട്ട്സ് ടെക്സ്റ്റ് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഉഷാറാക്കുക, ഗംഭീരാക്കുക. ഈ കൗണ്ട് ഒന്നും അല്ല, നിങ്ങൾ അത് ഡബിൾ ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മിസ്സിന് അറിയാം. അപ്പൊ എല്ലാവരോടും ലവ് യു ഗൈസ്, എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പൊളിക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നാ മിസ് എക്സാം വരുന്നത്? മറ്റന്നാൾ ആകുമ്പോഴേക്കും എന്താണ് നമ്മൾ തറോ ആക്കും. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക, നിങ്ങൾക്ക് ഈസി ആവുന്ന നിങ്ങൾ പറയും. ഓക്കെ, എത്ര അറിയാത്തവർക്കാണെങ്കിലും അത്രയും എളുപ്പമാക്കാൻ നമ്മുടെ എന്താണ് അദീബ മിസ് ഉണ്ടായിരിക്കും, ശ്രീലക്ഷ്മി മിസ് ഉണ്ടായിരിക്കും. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ് ഗൈസ്. അപ്പൊ നമുക്ക് എന്താണ് മറ്റൊരു ലൈവിൽ കാണാം. പോട്ടെ, ബൈ. മിസ് സുന്ദരി ആയിട്ടുണ്ടെന്ന് കേട്ടില്ല? ഓക്കെ, ആരാണോ അത് പറഞ്ഞത്? മിസ് സുന്ദരി ആയിട്ടുണ്ട്. ഡാലിയ മൈ ഡിയർ. അപ്പൊ ടാറ്റ. എന്ത് ചെയ്യാനാ, ഐ എം ഓൾവേസ് ബ്യൂട്ടി, അങ്ങനെയല്ലേ പറയാ. ടാറ്റ. ഇവിടെ ബാക്കിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരാളുണ്ട്. ആൾ കുറച്ച് കഴിഞ്ഞിട്ട് പൊങ്ങി വരുന്നതായിരിക്കും. ഒരാൾ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫുൾ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട്. അഥവാ ഞാൻ ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് കണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പം കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് തുടങ്ങാട്ടെ. ഓക്കെ, സോ ലിസൺ. In that sweet mood, അങ്ങനെ ആ സ്വീറ്റ് മൂഡിൽ ഇരിക്കുന്ന സമയത്ത് when pleasant thoughts bring sad thoughts to the mind അല്ലേ. അപ്പം നല്ല ചിന്തകളോട് കൂടി അദ്ദേഹം ഗ്രൂവിൽ ഇരിക്കുന്ന സമയത്ത് love you back. Okay, so bring sad thoughts to the mind. അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് എന്ത് വന്നടാ, സാഡ് ആയിട്ടുള്ള തോട്ട്സ് മൈൻഡിലേക്ക് വന്നു അല്ലേ. റൈറ്റ്, യെസ്.
ശ്രീലക്ഷ്മി മിസ് ആണ് ഏറ്റവും സുന്ദരിന്ന്. അത് ഞാൻ പറഞ്ഞതാ, അല്ല പാർവണ. അല്ലേലും ഇവിടെ കുറച്ചെങ്കിലും ബോധമുള്ളത് പാർവണയ്ക്കാണ്. എവിടെ പാർവണ? താങ്ക് യു ആരാധകരെ ശാന്തരാകും. ഇനി പോയിരുന്നു. ഓക്കെ, മറ്റ അലമ്പാവുന്നുണ്ടോ എന്നൊരു സംശയം. Any to her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. ഇനി അടുത്ത സ്റ്റാൻസ, സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഗ്രൂവിലിരിക്കുന്ന സമയത്ത്, കുറെ നല്ല നല്ല ചിന്തകളോട് കൂടി അദ്ദേഹം ഗ്രൂവിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് കുറച്ച് സാഡ് ആയിട്ടുള്ള തോട്ട്സ് വരുവാണ് അല്ലേ, റൈറ്റ്? യെസ്. ഇനി സെക്കൻഡ് അതിലേക്ക് വരുന്ന സമയത്ത്, സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരുന്ന സമയത്ത് ടു ഹർ ഫെയർ വർക്ക്സ്, ഇവിടെ ആരാണ് ഹർ എന്ന് പറയുന്നത്? പ്രകൃതിനെ ഒരു സ്ത്രീ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാണ് അല്ലെ, കാണുകയാണ്. അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം പ്രകൃതിനെ സ്ത്രീ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ് അല്ലേ, ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നതിന് ഒരു പോയറ്റിക് ഡിവൈസ് നമ്മൾ പറയാറില്ല, അതിന്റെ പേരെന്താ? പ്ലീസ് ടെൽ മീ. ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്, ഇവിടെ വരുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? അറിയോ ആർക്കെങ്കിലും? ഇവിടെ വരുന്ന പോയറ്റിക്, വെരി ഗുഡ്, പെർസോണിഫിക്കേഷൻ ആണ് അല്ലെ, പെർസോണിഫിക്കേഷൻ. യെസ്, വെരി ഗുഡ്. ഓക്കെ, സോ പ്രകൃതിയെ ഇവിടെ എന്താണ്, സ്ത്രീ ആയിട്ട് കാണുവാണ് അല്ലെ. സോ പ്രകൃതി ചെയ്ത കുറേ നല്ല നല്ല പ്രവർത്തികളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അല്ലെ. ആ ഒരു സൽപ്രവർത്തികളിലേക്ക് മനുഷ്യാത്മാവിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, ആ ഒരു സോൾ, ആ ഒരു ആത്മാവാണ്, പോയിട്ട് പറയാണ്, ആ ഒരു സോൾ ആണ് എൻ്റെയും ഉള്ളിലൂടെ പോകുന്നത്. അതുകൊണ്ടാണ് പ്രകൃതിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്കും നോവുന്നത്, അതുകൊണ്ടാണ്. And much it grieved my heart to think what man has made of man. And ചില കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സങ്കടം തോന്നുവാണ്. എന്ത് ആലോചിക്കുന്ന സമയത്താണ്? മനുഷ്യനോട് ചെയ്യുന്ന പ്രവർത്തികൾ ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് തോന്നുവാണ്? സങ്കടം തോന്നുവാണ്. What man has made of man. അവിടെയും ഒരു പോയറ്റിക് ഡിവൈസ് ഇല്ലേ? രഘുനാ മിസ് പോയി, ഇനി രഘുനാ മിസ്സിന്റെ ഹാർട്ടിലാണ് എനിക്ക് ഹാർട്ട്. ഓക്കെ, so what man has made of man, ഇവിടെയുള്ള poetic device എന്താ? ഇവിടെ നോക്ക്, മ പറഞ്ഞ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് കാണാം, കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ at the beginning. എന്താണത്? alliteration. വെരി ഗുഡ്, alliteration ആണ് അല്ലേ, alliteration. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റാൻസാസ് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. ഇനി പറയുന്നത് അവിടെ തോപ്പിലിരിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന കുറച്ച് ചെടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. Through primrose stuffed in their green bower. Primrose എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആണ്. ഓക്കെ, പ്രിംറോസ് ചെടിയുടെ കൂട്ടം. ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനാണ് ടഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻ ദ ഗ്രീൻ ബവർ എന്ന് പറഞ്ഞാൽ എന്താ? വള്ളിക്കുടിൽ അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ് റീത്ത്. അപ്പം ഈ വള്ളിക്കുടിലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പ്രിംറോസ് ചെടികളും ഉണ്ട്, അതേപോലെ പെരിവിങ്കിളൊക്കെ ഉണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവർ പരസ്പരം കെട്ടിപ്പുണർന്ന് നല്ല സുഖത്തിൽ സമാധാനത്തിൽ അവരുടെ കോ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളുടെ ഒരു സിസ്റ്ററിനെ അല്ലെങ്കിൽ ബ്രദറിനെ ഒന്ന് രണ്ടാളും കൂടി ഒരു റൂമിലിട്ടാൽ എന്തൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ. നമ്മളൊരു ഫ്രണ്ടായ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കോളും. നമ്മളെ സിബ്ലിംഗ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ രണ്ടുപേരെയും ഒരു റൂമിലേക്ക് ഇടുവാണെങ്കിൽ അന്ന് രാത്രി അവിടെ മൊത്തം അലമ്പായിരിക്കില്ലേടാ അല്ലേ. ഈവൻ ദോ നമ്മളെ വീട്ടിലുള്ള ആളാണെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നം അടിയിടി അവിടെ ഉണ്ടാവാറില്ലേ? ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്. എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും അടി ഉണ്ടാക്കാൻ പോകില്ല. ചിലപ്പോൾ അന്ന് നുള്ളുമായിരിക്കും, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കൂല്ലേ. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെയുള്ള പ്ലാന്റ്സ് അല്ലേ, നിവേദ്. ഓക്കെ, I have no siblings. Fine, whatever. So, ഈ പ്രിംറോസ് ചെടികളും പെരിവിങ്കിൾ പ്ലാന്റ്സ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. And 'tis my faith that every flower enjoys the air it breathes. പിന്നെ അദ്ദേഹം പറയാണ്, അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഫെയ്ത്ത്. അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യമാണ് എല്ലാ ഫ്ലവറും എന്ത് ചെയ്യുന്നുണ്ട്? അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ബ്രീത്ത് ചെയ്യുന്നത് അവർ എൻജോയ് ചെയ്തുകൊണ്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. നമുക്ക് ദൈവം കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ നന്ദി നമ്മൾ പലപ്പോഴും കാണിക്കാൻ മറന്നു പോകുന്നുണ്ട്.
ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് ഇപ്പം പത്രത്തിലും ന്യൂസിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് അല്ലേ. മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും ചെയ്യുന്ന കാര്യങ്ങൾ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന കുറേ ന്യൂസസ് ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ആലോചിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സങ്കടം തോന്നുന്നത്, റൈറ്റ്. സോ എല്ലാ ഫ്ലവേഴ്സും അവർ ഒത്തൊരുമിച്ചാണ് ഉള്ളത്. അതേപോലെ തന്നെ അവർ ബ്രീത്ത് ചെയ്യുന്നത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. സി, എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്. എൻജോയ് ചെയ്യും. ആരാണ് എൻജോയ് ചെയ്യാറുള്ളത്? ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പൊ ഇവിടെയും ഒരു പോയറ്റിക് ഡിവൈസിൽ, ഇവിടെയുള്ള പോയറ്റിക് ഡിവൈസ് എന്താണ്? ഈ ലൈനിലുള്ള പോയറ്റിക് ഡിവൈസ് ഏതാണ്? പ്ലീസ് ടെൽ മീ. ഈ ലൈനിലുള്ള പോയറ്റിക് ഡിവൈസ് എന്താണ്? Yes, come on, please tell me the poetic device in the line enjoys the air it breathes. Personification. Parvana, very good. Not alliteration, it's personification. Human ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? ഡാലിയ, വെരി ഗുഡ്. പെർസോണിഫിക്കേഷൻ ആണ് അല്ലേ കാണുന്നത്. കറക്റ്റ്. ഇനി അടുത്തത് ബേർഡ്സിലോട്ടാ പോകുന്നത്. ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് their thoughts I cannot measure. എൻ്റെ ചുറ്റും കുറേ ബേർഡ്സ് ഉണ്ട്. അവർ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് തുള്ളിച്ചാടി നടക്കുന്നത്. അവരുടെ പ്ലഷർ, അവരുടെ സന്തോഷം, അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഐ കനോട്ട് മെഷർ, എനിക്ക് അളക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ ദ മെയ്ഡ്, പക്ഷെ അവരുണ്ടാക്കുന്ന ലീസ്റ്റ് മോഷൻ, ചെറിയ അനക്കം പോലും ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അവിടെ എന്തുണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. അവരുണ്ടാക്കുന്ന ഓരോ മൂവ്മെന്റ്സിലും എന്തുണ്ടടാ? സന്തോഷമുണ്ട്. എൻജോയ് ചെയ്തിട്ടാണ് അവർ ഓരോ മൂവ്മെന്റ്സും നടത്തുന്നത്. അവര് താങ്ക്ഫുൾ ആണ്, നന്ദിയുള്ളവരാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പം തേർഡ് സ്റ്റാൻസയിലും ഫ്ലവേഴ്സിനെ പറ്റിയിട്ടാണ്, ഫോർത്ത് സ്റ്റാൻസയിലോട്ട് വരുന്ന സമയത്ത് ബേർഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി നോക്ക, ഇവിടെയും ഉണ്ടല്ലോ. ഇല്ല, ഇവിടെ ഒന്നുമില്ല അല്ലേ. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസിലോട്ട് വരുന്ന സമയത്ത് ബഡിങ് ട്വിഗ്സ്, വളർന്നു വരുന്ന ചെറിയ ചെറിയ ചെടികൾ, ബഡ് ചെയ്ത് വരുന്ന ട്വിഗ്സിനെ പറ്റിയിട്ട്, പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. എന്താ ഈ ഫാൻ എന്ന് പറഞ്ഞാല്? ഫാൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്വിഗ്സിന്, ചെടികൾക്ക് എന്താ ഫാൻ ഉണ്ടോടാ? 60 മാർക്ക് A+ ഒന്നുമല്ല. ഓക്കെ, ഇവിടെ ഫാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഫാണ് അല്ലേ. വളർന്നു വരുമ്പോൾ ചെറിയ ലീഫ് അവർക്ക് ഉണ്ടാവും അല്ലേ. ടു ക്യാച്ച് ദ ബ്രീസി എയർ, അവരെന്താ ചെയ്യുന്നത്? ഇളം കാറ്റിനെ ഹഗ് ചെയ്തുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ടാണ് അവർ വളർന്നു വരുന്നത്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ടു ഓൾ ഐ ക്യാൻ ദാറ്റ് ദേ വാസ് പ്ലഷർ. എനിക്ക് പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം, അവിടെയും എന്തുണ്ട്? പ്ലഷർ ഉണ്ട്, അവിടെയും സന്തോഷമുണ്ടായിരുന്നു. ചെറിയ വളർന്നു വരുന്ന പ്ലാന്റ്സ് വരെ സന്തോഷിച്ച് അല്ലേ. യെസ്, ലീഫാണ് അല്ലേ. കറക്റ്റ്, യെസ്. ഇനി ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിലനിൽക്കുക എന്നത് നേച്ചറിന്റെ ഹോളി പ്ലാൻ ആണെങ്കിൽ, യെസ്, പ്രകൃതിയിൽ ഒബ്വിയസ്ലി പ്രകൃതിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മനുഷ്യന്മാരുടെ അവസ്ഥ അതാണോ? മനുഷ്യന്മാരുടെ കഥയാണോ? മനുഷ്യന്റെ ലോകത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ഫുൾ സാഡ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എനിക്ക് ധാരാളം കാരണമില്ലേ സങ്കടപ്പെടാനായിട്ട്. ലാമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കടപ്പെടുക. എനിക്ക് സങ്കടപ്പെടാൻ ധാരാളം കാരണങ്ങളില്ലേ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് വിലപിക്കാൻ, എനിക്ക് സങ്കടപ്പെടാൻ കാരണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറേ പേര്, എടാ നിങ്ങൾ എത്ര പേരാണ് മറ്റന്നാളത്തെ എക്സാമിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്ന? എത്ര പേരാണുള്ളത്? എനിക്ക് എക്സാം പേപ്പർ കിട്ടിയാൽ മതി, നോ ടെൻഷൻസ്, നോ വറീസ്, ഫുള്ളി പ്രിപ്പയർഡ് ഫോർ യുവർ എക്സാം. അങ്ങനെ ഇരിക്കുന്ന എത്ര പേര് അവിടെ ഉള്ള? ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ഒബ്വിയസ്ലി പറ്റില്ല. ഓക്കെ, സോ ലിസൺ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ എക്സാം ആയതുകൊണ്ട്? ചാപ്റ്റേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഐ ആം പ്രിപ്പയർഡ്, വെരി ഗുഡ് ബേബി. യെസ്, നോ ടെൻഷൻസ്, വെരി ഗുഡ്. ടെൻഷൻസ് ഉണ്ടോ? ആർക്കെങ്കിലും ടെൻഷൻസ് ഉണ്ടോ? എന്തായാലും തോൽക്കും. നല്ലൊരു ഉത്തരം. No tension, Miss, no tension. Why tension when you guys are there, right?
ഓക്കെ, സോ സത്യം പറഞ്ഞ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളും കൂടെ മറന്നു പോവുള്ളൂ. എടാ നിങ്ങൾക്ക് എന്തിനൊക്കെ ടെൻഷന്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ഇന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? നിങ്ങൾ പഠിച്ച സാധനം വരുമോ, ഇതെന്നെ ചോദിക്കുമോ എന്നുള്ള ടെൻഷൻസ് അല്ലേ? ഈ പഠിച്ച കാര്യങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുവാണെങ്കിൽ, പിക്ക് ചെയ്ത് ഇപ്പം കുറെ ആൾക്കാർ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞു എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്ന്, അയാൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് വിചാരിക്കുക. നിങ്ങൾ എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്നാണ്, സ്കിപ്പ് ചെയ്ത ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിലോ നിങ്ങൾ എന്നാ ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റുമോടാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ സ്കിപ്പ് ചെയ്ത് പഠിച്ചാലും നടക്കില്ല. ഓക്കെ, സോ നിങ്ങൾ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ വരുമോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ശരിക്കും ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെ, വെറുതെ ആ ടെൻഷൻ അടിക്കുന്നത്. പിന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഇന്ന ടൈമിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എന്താ ഇപ്പൊ പറയാ, അപ്പം മാത്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യൂ അല്ലെ, പക്ഷെ അതുപോലും ചെയ്യാത്ത കുറെ പേരുണ്ട്, പ്രാക്ടീസ് ചെയ്യാത്ത കുറെ പേരുണ്ട്, റൈറ്റ്? ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് അല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ മടിയായിരിക്കും. ബട്ട് അത് നിൽക്കട്ടെ, നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് അല്ലെ കിട്ടണം. സ്പീഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് ഒന്ന് എഴുതി പഠിക്കുന്ന ആൾക്കാരായാലും മതി, സ്പീഡ് കിട്ടും. ഓക്കെ, മാത്സ് നല്ല രീതിയിൽ എഴുതി പഠിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷിലും എഴുതാൻ സ്പീഡ് കിട്ടും. നിങ്ങളുടെ മസിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് അതിന് ആപ്റ്റ് ആവും, ഒബ്വിയസ്ലി ആപ്റ്റ് ആവും. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. സ്പീഡ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, മാത്സ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രോബ്ലംസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒബ്വിയസ്ലി ഇംഗ്ലീഷ് എഴുതുന്ന സമയത്തൊക്കെ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ വായിച്ചു പഠിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിലേക്ക് പോവാണെങ്കിൽ ലാസ്റ്റ് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ. എന്താ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞേ, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നിർത്തുന്നത്. എന്താണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? What do you mean by rhetorical question? Please tell me. Okay, whatever. Rhetorical question എന്ന് പറഞ്ഞാൽ മറുപടി ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസിനാണ് rhetorical question എന്ന് പറയാം. ഇവിടെ ലാസ്റ്റ് that has no answer. Very good, Parvana. Yes, yes, yes. ഓക്കെ, സോ ഇതാണ് നമ്മളെ പോയം ആയിട്ടുള്ള ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെയുള്ള സ്റ്റാൻസാസ് നിങ്ങൾ ഇനി വിട്ടുപോകില്ലല്ലോ. നിങ്ങൾ നോക്കുക, സ്റ്റാൻസാസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, മറന്നു പോകരുത്. ഈ ലൈൻസ് ഒക്കെ ക്ലിയർ ആണോ? ഇത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് കേട്ടോ, ഐ ഓഫ് ഇസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് അപ്രീസിയേഷനിലോട്ട് പോയാലോ? ഓക്കെ, യെസ് ദിയ, ടെൽ മീ. ഓക്കെ, ലിസൺ. സോ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഏത് പോയമാണ്, ആരാണ് എഴുതിയത്, ആ പോയറ്റിനെ പറ്റിയിട്ട് ചെറിയ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. ഈ തീം, അതേപോലെ സ്ട്രക്ചർ, ലിസൺ, ടൈറ്റിൽ കൊടുക്കുക. പോയത്തിന്റെ പേര് നിങ്ങൾ കൊടുത്താൽ മതി അല്ലേ? അപ്രീസിയേഷൻ ഓഫ് ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പോയറ്റിന്റെ പേര് കൊടുക്കണം. പിന്നെന്താ വേണ്ടത്? പോയറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതുക കേട്ടോ. തീം കൊടുക്കുക, സ്ട്രക്ചർ ഓഫ് ദ പോയം കൊടുക്കുക, അതായത് എത്ര ലൈൻസ് ഉണ്ട്, അതേപോലെ റൈം സ്കീമും റൈം വേഴ്സും ആണെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് പോയറ്റിക് ഡിവൈസസ് എഴുതുമ്പോൾ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ദെൻ ഇനി സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ സമ്മറി, ഏത് ലൈൻസാണ് തന്നത് അതിൻ്റെ സമ്മറി എഴുതുക. ലാസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുക? പോയറ്റിക് ഡിവൈസസും എഴുതാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതിന് എക്സാമ്പിൾ വേണം. കൺക്ലൂഷനിൽ നിങ്ങൾ ഒരു മെസ്സേജ്, എന്താണ് ഈ ചാപ്റ്റർ കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്നുള്ളതും ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, വരാൻ ചാൻസ് എന്ന് പറയാൻ എന്താ പറയാ, ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒന്നുകൂടെ ചോദിച്ചുകൂടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ക്രിസ്മസ് എക്സാമിന് കണ്ടിട്ടുണ്ട് ഇതുവരെ ചോദിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സംഭവം കോണ്ടന്റ് നിങ്ങൾക്കറിയാം, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സിമ്പിൾ ആണെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്. കാരണം ടെക്സ്റ്റ് ബുക്ക് ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്, അതായത് അടുത്ത കൊല്ലം മാറുവാണ് അല്ലേ. അപ്പം ഏത് നോക്കാൻ കോണർന്നും അവർക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റൈറ്റ്? യെസ്.
യെസ്, ടു ക്യാച്ച് ദ ബ്രീസി എയർ. നിവേദ് അവിടെയുള്ള പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ക്യാച്ച് ചെയ്യുക എന്നുള്ളതല്ലേ. ക്യാച്ച് ചെയ്യുക അതാരാ ചെയ്യല്? മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ. അപ്പൊ അതെന്താണ്? പെർസോണിഫിക്കേഷൻ ആണ് കേട്ടോ നിവേദ്. യെസ്, ഓക്കെ. ഇനി നമുക്ക് നോക്കാം. Lines written in early spring is a poem which celebrates the relation between man and nature. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. Written by the most celebrated poet of nature, വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ പോയറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താ? മോസ്റ്റ് സെലിബ്രേറ്റഡ് പോയറ്റ് ഓഫ് നേച്ചർ. അതാണ് വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഒരു പോയമാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇതിൽ പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇനി ഞാൻ ഇതിന്റെ സമ്മറിയിലോട്ട് പോവാണ്. ഇതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ലാസ്റ്റിലേക്ക് കൊടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ലിസൺ. The poet once sit in a groove in a relaxed mood. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു തോപ്പിൽ അദ്ദേഹം ഇങ്ങനെ പോയറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് he hears a lots of various sounds and songs. അദ്ദേഹം പലതരം സൗണ്ട്സും സോങ്സും കേൾക്കുന്നു. He becomes much pleased in the songs of the birds and music of the woods. അവിടെ ആ കാട്ടിൽ നിന്നുള്ള മ്യൂസിക്കും ബേർഡ്സിന്റെ സോങ്സും ഒക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. At the same time some sad thoughts come to his mind and he becomes pensive. അതേസമയം അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് കുറെ സാഡ് തോട്ട്സ് വരികയും അദ്ദേഹത്തിന് സങ്കടം തോന്നുകയും ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി he sees first two stanzas അല്ലേ. He sees the primrose and periwinkle make wreath in the bower there. അവിടെയുള്ള വള്ളിക്കുടലുകളിൽ പ്രിംറോസ് ചെടികളും പെരിവിങ്കിളും അവിടെ റീത്ത് ഉണ്ടാക്കുന്നത് കണ്ടു അദ്ദേഹം അല്ലേ. He believes that every flower enjoys the air it breathes. അദ്ദേഹം വിശ്വസിക്കുന്നത് എല്ലാ ഫ്ലവേഴ്സും എൻജോയ് ചെയ്തിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഇനി ബേർഡ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ the birds around him express their thrill of pleasure by hopping and playing in the groove. അവരവരുടെ സന്തോഷം, പക്ഷികൾ എങ്ങനെയാണ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ തുള്ളിച്ചാടി പാറി നടക്കുന്നത് അല്ലേ, വളരെ പ്രതീക്ഷയോട് കൂടി. റൈറ്റ്? യെസ്. ഇനി he also notices, പിന്നെ അദ്ദേഹം കണ്ടത് the budding twigs, വളർന്നു വരുന്ന ചെറിയ പ്ലാന്റ്സ് spread out their tender leaves to catch the breezy air. അവരവരുടെ ലീവ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇളം കാറ്റിനെ തഴുകാൻ വേണ്ടിയിട്ട്, തഴുക കണ്ടില്ല, അതൊക്കെ ടാക്ടൈൽ ഇമേജ് ആണ്, ഒരു ടച്ച് ഫീൽ ആണ് അല്ലേ. സോ തഴുകാൻ വേണ്ടിയിട്ടാണ് അവർ ആ ലീവ്സ് ഒക്കെ ഇങ്ങനെ വിടർത്തി വരുന്നത്. ഇൻ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ the poet sees thrilling sights, hears pleasant songs in everything. ത്രില്ലിംഗ് ആയിട്ടുള്ള കാഴ്ചകളും വളരെ പ്ലസന്റ് ആയിട്ടുള്ള സോങ്സും ഒക്കെയാണ് അവിടെ കാണുന്നത്. എവിടെ? ഇൻ ദ ഗ്രൂവ്. ആൻഡ് he experiences the utmost pleasure of the world of nature. ഏറ്റവും നേച്ചർ, പ്രകൃതിയിൽ ഏറ്റവും സന്തോഷത്തിലുള്ള ഒരു മൊമെന്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇനി ബട്ട് when he thinks of the human world, പക്ഷേ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, അപ്പോൾ നിങ്ങൾ ഇതിന്റെ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ഹ്യൂമൻ വേൾഡിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഓക്കെ. he becomes sad. മനുഷ്യ വർഗം ആലോചിക്കുന്ന സമയത്ത് he becomes sad. what man has done to mankind as well as to nature makes him uneasy and unpleasant. മനുഷ്യനോടും പ്രകൃതിയോടും ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് he is getting sad. അദ്ദേഹത്തിന് സങ്കടം തോന്നുവാണ്. എന്താണ് അവർ ചെയ്യുന്ന പ്രവർത്തികൾ? The coexistence in perfect harmony is the holy plan of nature. വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുക എന്നുള്ളത് നേച്ചറിന്റെ ഹോളി പ്ലാൻ ആണ്. Poet realizes that humans do all atrocities among themselves. പോയിട്ട് മനസ്സിലാക്കാണ് മനുഷ്യന്മാരെല്ലാവരും എല്ലാ അട്രോസിറ്റീസും ചെയ്യുന്നത് പരസ്പരം അവരെ എന്ത് ചെയ്യാണ്? കൊല്ലുവാണ്. റൈറ്റ്? ആൻഡ് ക്രൂവലിറ്റീസ് ടു നേച്ചർ ബൈ ഡിസ്ട്രോയിങ് ദ എക്കോസിസ്റ്റം. നമ്മളെ എക്കോസിസ്റ്റം തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. They create discord and disharmony and fight and kill themselves. ഫൈറ്റ് ചെയ്യുന്നു, കിൽ ചെയ്യുന്നു. all these wrongdoings are against the holy plan of nature. ഇതൊക്കെ നേച്ചറിന്റെ ഹോളി പ്ലാനിന് എഗെയിൻസ്റ്റ് ആണ് അല്ലേ. യെസ്. ഇനി നമുക്ക് പോയറ്റിക് ഡിവൈസസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ അബൻഡന്റ് യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് കാണാം. ധാരാളം പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലിസൺ. the lines to her fair works did nature link. Every flower enjoys the air it breathes. The budding twigs spread out their fan to catch the breezy air. ഇതൊക്കെ എന്താണ്? പെർസോണിഫിക്കേഷൻ ആണ്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ ഹ്യൂമൻ ബീങ്സും ആയിട്ടുള്ള കണക്ഷൻ ആണ് അല്ലേ. യെസ്. മനുഷ്യന്റെ
ലിവിങ് ബീങ്സിന് എന്ത് കൊടുക്കുകയാണ്? കഴിവ് നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുകയാണ് അല്ലെ. സോ ഇവിടെ പ്രകൃതിനെ അവൾ എന്ന രീതിയിലാണ് പറയുന്നത്. അതേപോലെ ഫ്ലവേഴ്സ് എൻജോയ്സ് ദ എയർ, അതും പെർസോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ബഡിങ് ട്വിഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാച്ച് ദ ബ്രീസി എയർ, അതും പെർസോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഹൈപ്പർബലി. ഹൈപ്പർബലി എവിടെയുള്ളത്? 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഫസ്റ്റ് ലൈനിൽ തന്നെ ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ വലുതാക്കി പറയുന്നതിനാണ് പറയുന്നത് കേട്ടോ. ഇനി വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് എ മാൻ is an example of alliteration. സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അങ്ങനെ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനോട് കൂടിയാണ് എൻഡ് ചെയ്യുന്നത്. യെസ്. ഇനി അടുത്തത് an example of auditory image. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കാൻ പറ്റുന്നത് അല്ലെ. അതേതാണ്? I heard 1000 blended notes. ഇനി breezy air എന്ന് പറയുന്നത് ടാക്ടൈൽ. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ടച്ച് ആണ് കേട്ടോ, ടച്ച് ഫീൽ ആണ്. അപ്പോൾ breezy air അതിന് എക്സാമ്പിൾ ആണ്. വിഷ്വൽ ഇമേജസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രിംറോസ്, പെരിവിങ്കിൾ, ബേർഡ്സ്, ഗ്രൂവ്, ബവർ, ബഡിങ് ട്വിഗ്സ് എക്സെട്ര. ഇതൊക്കെ വിഷ്വൽ ഇമേജസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? യെസ് യെസ് യെസ്. ഇനി റൈം സ്കീം എന്താണ് പോകുന്നത്? എ ബി എ ബി. സോ ഇത്രയാണ് നമ്മളെ പോയമായിട്ടുള്ള ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ നൗ ആൻഡ് ഐ വിൽ ക്ലിയർ ദാറ്റ്. ഓക്കെ, സോ പ്ലീസ് ടെൽ മീ, ഇസ് ഇറ്റ് ക്ലിയർ ദിസ് ചാപ്റ്റർ? ലെറ്റ് മീ മൂവ് ടു ദ നെക്സ്റ്റ് പോയം. ഷാൽ ഐ മൂവ് ടു ദ നെക്സ്റ്റ് വൺ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ പ്ലീസ് പുട്ട് എ തംസ് അപ്പ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറ. പറഞ്ഞേ. Eliza, can you please tell me your name? Okay, so I'm moving to the next chapter. Hope it is clear. അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. That is the ballad of Father Gilligan. Repeated ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് the ballad of Father Gilligan. Okay, so listen, what do you mean by a ballad? First of all, നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ballad? Ballad എന്ന് പറഞ്ഞാൽ narrating a tragic അല്ലെങ്കിൽ ഒരു ഹീറോയിക് സ്റ്റോറി, കഥ പറയുന്ന ഒരു ഹീറോയിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാജിക് ആയിട്ടുള്ള കഥ പറയുന്ന കവിതകൾക്കാണ് നമ്മൾ ബാലഡ് എന്ന് പറയാറുള്ളത് അല്ലെ. ഇവിടെ പറയുന്നത് ഒരു ഓൾഡ് പ്രീസ്റ്റിന്റെയും അതേപോലെ അദ്ദേഹത്തിന്റെ പാരിഷണേഴ്സ്, അദ്ദേഹത്തിന്റെ ഇടവകക്കാരുടെയും കഥയാണ് ഇവിടെ പറയുന്നത്. റൈറ്റ്? ആം ഐ കറക്റ്റ്? യെസ്. ഇനി ഇവിടെ ഒരു ബാലഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാലഡിൽ ക്വാട്രൈൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. 4 വരി കവിതകളായിരിക്കും ഉണ്ടാവുക. ഈ ചാപ്റ്ററിൽ എത്ര ക്വാട്രൈൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു ബാലഡിൽ എത്ര ക്വാട്രൈൻസ് ഉണ്ട്? പിന്നെ ബാലഡിന്റെ പ്രത്യേകത, അതിനൊരു റൈം സ്കീം ഉണ്ടാവും. റൈം സ്കീം എന്തായിരിക്കും എന്ന് പറയാം. ഇവിടെ എത്ര ക്വാട്രൈൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ? How many quatrains are there in this chapter? Please tell me. Actually, there are 12 quatrains in this chapter. And ഇവിടെയുള്ള റൈം സ്കീം പോകുന്നത് ABCB ആണ്. ഏത് ബാലഡ് എടുത്ത് നോക്കിയാലും അവിടുത്തെ റൈം സ്കീം എന്തായിരിക്കും? ABCB ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കഥയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് എക്സാമിനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നല്ല എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് Ballad of Father Gilligan. Right? So moving to the chapter, please do listen. The old priest Peter Gilligan was very night and day, for half of his flock were in their beds or under greensward lay. എന്താണ്? Old priest Peter Gilligan അല്ലേ? Peter Gilligan, he was very night and day, രാവും പകലും പണിയെടുത്ത. very means എന്താണ്? ടയേർഡ് ആയിട്ടുണ്ട് അല്ലേ? വളരെ ക്ഷീണിതനായിട്ടുണ്ട് അദ്ദേഹം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഇടവകയിൽ ഒരു എപ്പിറ്റോം അല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് അല്ലേ. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്, കുറേ പേര് രോഗം പിടിച്ചിട്ട് കിടക്കുവാണ് അല്ലേ. സോ അദ്ദേഹത്തിന്റെ ഇടവകയിൽ മേ ബി അദ്ദേഹം ഒരു പ്രീസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് വളരെയധികം നല്ല ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മരിച്ച് അദ്ദേഹത്തിന് ഇതെന്ത് ചെയ്യണം? അന്ത്യകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം വളരെയധികം ടയേർഡ് ആയിട്ടിരിക്കുക അല്ലേ. For half of his flock were in their beds or under greensward lay. Half his flock എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ചെമ്മരിയാടുകളുടെ കൂട്ടമാണോ? അല്ല. ഇവിടെ എന്താണ്? പാരിഷണേഴ്സ്, ഇടവകയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഹാഫ് ഓഫ് ദ ഫ്ലോക്ക് ബെഡ്സിലായിട്ടുണ്ട്. എന്താണ്? അവര് സിക്ക് ബെഡ്സിലാണ്, അസുഖം ബാധിച്ച് കിടക്കുവാണ് അല്ലെ. അതേപോലെ ഓർ അണ്ടർ ഗ്രീൻ സോട്ട്സ് അല്ലേ. അതേപോലെ ചില ആൾക്കാർ ഗ്രീൻ സോട്ട്സ്, പച്ച പുൽത്തകിടിക്ക് അടിയിലാണെന്ന് പറഞ്ഞാൽ ഗ്രേവിലാണ്, അതായത് മരിച്ചു പോയിട്ടുണ്ട്, ഡെഡ് ആയിട്ടുണ്ട് അല്ലെ.
ഡെഡ് ആയിട്ടുണ്ട്, റൈറ്റ്? യെസ്. അങ്ങനെ വൺസ്, ഒരിക്കൽ, ഒരു കഥ പറയുന്ന പോലെ ഇത് തുടങ്ങുന്നത്. വൈൽ ഹി നോഡഡ് ഇൻ എ ചെയർ, അദ്ദേഹം ഒരു ചെയറിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന സമയത്ത്, അറ്റ് ദ മോത്ത് അവർ ഓഫ് ദ ഈവ്, എപ്പോഴാണ് മോത്ത് അവർ? ഈവനിങ് സമയം അല്ലെ, പാറ്റകൾ വരുന്ന സമയം, ഈവനിങ് ടൈമിൽ അല്ലെ, ഈവനിങ് ടൈമിലാണ്. Another poor man sent for him. പ്രീസ്റ്റിനെ, ഫാദർ ഗില്ലിഗനെ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ അവിടെ വരുന്നു. And he began to grieve. അങ്ങനെ അദ്ദേഹം എന്തിനാണ് വരുന്നത്? അവരുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ മരിക്കാനായി കിടക്കുവാണ്. അപ്പം പ്രീസ്റ്റിനോട്, ഫാദർ ഗില്ലിഗനോട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുകയാണ്. അത് കേട്ട സമയത്ത് ഫാദർ ഗില്ലിഗൻ പെട്ടെന്ന് സങ്കടത്തോടു കൂടി കരയാൻ തുടങ്ങുവാണ് അല്ലേ. കാരണം അദ്ദേഹം അത്രയും ടയേർഡ് ആയിട്ടിരിക്കുക. നമ്മളോട് ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് ആ സാധനം കൂടെ അവിടെ എടുത്തേക്കെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും അല്ലേ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പം അറിയാതെ അദ്ദേഹം കരഞ്ഞു പോവാണ് അല്ലെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഐ ഹാവ് നോ റെസ്റ്റ്, നോ ജോയ്, നോ പീസ്. എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ, എൻ്റെ ഇടവകയിലുള്ള ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, പെട്ടെന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ forgive, God forgive, my body speak, not I. എൻ്റെ ബോഡി ആണ് ഇത് സംസാരിച്ചത്, ഞാനല്ല. എൻ്റെ ടയേർഡ് ആയിട്ടുള്ള തളർന്നിരിക്കുന്ന എൻ്റെ ബോഡിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്, അല്ലാതെ ഞാൻ സംസാരിച്ചതല്ല, ഞാൻ പറഞ്ഞതല്ല. ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് ദൈവത്തിനോട് പറയാണ്. കാരണം ആസ് എ പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ എന്ന രീതിയിൽ അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം ദൈവത്തിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ഷീണിച്ചാലും അവർ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം അവരിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ദൈവമേ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ബോഡിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെ ഹി നെൽറ്റ്, മുട്ടുകുത്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആൻഡ് ലീനിങ് ഓൺ ദ ചെയറിൽ ചാരി ഇരുന്നു കൊണ്ട്, ഹി പ്രേഡ് ആൻഡ് ഫെൽ അസ്ലീപ്, പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി. ആൻഡ് ദ മോത്ത് അവർ വെന്റ് ഫ്രം ദ ഫീൽഡ്, അങ്ങനെ ഈവനിങ് സമയമായിരുന്നു, വയലുകളിൽ നിന്ന് മോത്ത് അവർ, ഈവനിങ് സമയം ഇങ്ങനെ നീങ്ങി എന്തായടാ, രാത്രിയായി. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. എന്താ പീപ്പ് എന്ന് പറഞ്ഞാൽ? എത്തി നോക്കുക. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ആകെ ഒരു പെർസോണിഫിക്കേഷനേ ഉള്ളൂ, അത് ഈ ലൈനാണ്. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് എന്നതാണ്. പീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തി നോക്കുക എന്നുള്ളതാണ് അല്ലെ. സോ സ്റ്റാർസ് എത്തി നോക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർസ് എത്തി നോക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയായി എന്നുള്ള മീനിങ് ആണ് അല്ലെ. യെസ്, അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോയി, രാത്രിയായി. Then moving to the next one, they slowly into million grew. അങ്ങനെ സ്റ്റാർസ്, ദേ ആരാണ്? സ്റ്റാർസ് ആണ്. സ്റ്റാർസ് ഇങ്ങനെ മില്യൺസ് ആയിട്ട് ഇങ്ങനെ വളർന്നു അങ്ങനെ കുരിട്ട് രാത്രിയായി. ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ്, കാറ്റിലിങ്ങനെ ലീവ്സ് ഒക്കെ ഇങ്ങനെ ആടുന്നുണ്ട്. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ നിഴല് കൊണ്ട് ലോകത്തെ പൊതിഞ്ഞു. അതായത് എന്തായി? നൈറ്റ് ആയി, കൂടുതൽ ഇരുട്ടി എന്ന മീനിങ് ആണ് കേട്ടോ. ആൻഡ് വിസ്പേർഡ് ടു ദ മാൻ കൈൻഡ്, എന്നിട്ട് മനുഷ്യനോട് ദൈവം മന്ത്രിച്ചു. അതായത് രാത്രിയായി എന്നുള്ള മീനിങ് മാത്രമാണ് ആ സ്റ്റാൻസിയിൽ കൊടുക്കുന്നത്. ഇനി ഇവിടെ നോക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, മോഡലിന് ബാലഡ് വന്നല്ലോ, ഇനി വരൂ. എന്താ വന്നൂടെ? വരാതിരിക്കാനും വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നില് മോഡലിൽ വന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ധാരണകളുണ്ട്. അതായത് മോഡൽ എക്സാം ഈസി ആയി എന്ന് വിചാരിച്ച് പബ്ലിക് ടഫ് ആവുക, അല്ലെങ്കിൽ മോഡൽ ടഫ് ആണെങ്കിൽ പബ്ലിക് ഈസി. ഒബ്വിയസ്ലി അങ്ങനെ ഒരു ധാരണ വെച്ച് പോകരുത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കേ അറിയുള്ളൂ അത് അദ്ദേഹം അത് ഈസി ആക്കുന്നുണ്ടോ ടഫ് ആക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നിങ്ങൾ വെറുതെ ഓരോ ധാരണകളായിട്ട് പോകരുത്. മോഡൽ എക്സാമിന് അത് ചോദിച്ചതല്ലേ, അതുകൊണ്ട് ചോദിക്കൂലല്ലോ എന്നുള്ളത്. എന്താ ചോദിച്ചൂടെ? ചോദിക്കാം കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ മിസ് ധാരണകളുമായിട്ട് പോകരുത് കേട്ടോ. മാം ഈസ് ദ ഫസ്റ്റ്, മിസ്സായി പോകുന്നുണ്ട് കമന്റ്സ്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. Is it the first line in the last slide is alliteration? First line in the last slide. Very good. The alliteration ആണ്. ഇവിടെ എന്താണ്? Per sound is repeating. The old priest Peter Gilligan. Per sound repeating ആണല്ലേ. അപ്പോൾ അവിടെ alliteration ഉണ്ട്. ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സ്റ്റാർസ് എത്തി നോക്കുക എന്നുള്ളത് പെർസോണിഫിക്കേഷൻ ആണ്. ഇവിടെ ആൻഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടോ? ഓരോ ലൈൻസും തുടങ്ങുന്നത് ആൻഡ് വെച്ചിട്ടാണ് അല്ലേ. അതിനെന്താ പറയാ? അടുത്തടുത്ത സക്സസീവ് ലൈൻസ് ഒരേ വാക്കുകൊണ്ട് തുടങ്ങുന്നതിന് എന്താ പറയാടാ? അറിയോ? അവിടെ വരുന്ന പോയറ്റിക് ഡിവൈസ് എന്താന്നുള്ളത്? പ്ലീസ് ടെൽ മീ.
അറിയാണെങ്കിൽ എന്നിട്ട് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. റിഫ്രെയിൻ അല്ല, റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ലൈൻസ് മൊത്തം റിപ്പീറ്റ് ചെയ്ത് വരിക. എടാ നോക്ക്, ഇവിടെ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇടക്കിടക്ക് വരുന്നത് കണ്ടോ? ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇനിയുണ്ടോ? ഇനിയുണ്ട്. ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ലൈൻസ് മൊത്തം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ റിഫ്രെയിൻ ആണ്. ഞാൻ അതല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് ലൈൻസ് തുടങ്ങുന്നത് ഒരേ വാക്കുകൊണ്ട്, അടുത്തടുത്ത ലൈൻസ് തുടങ്ങുന്നത് ഒരേ വാക്കുകൊണ്ട്. കണ്ടില്ല ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിനെന്താ പറയാന്ന് ഞാൻ ചോദിക്കുന്നത്. അനഫോറ. ആദിഷ് വെരി ഗുഡ്. അനഫോറ ആണ് അല്ലേ? അനഫോറ എന്ന് അതിന് പറയാം കേട്ടോ. റിഫ്രെയിൻ അല്ല, മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, ഗുഡ്. ഇനി നോക്കാം. Upon the time of sparrow chirp, അങ്ങനെ രാവിലെ ആയി. സ്പാരോ chirp, സ്പാരോസ് ഇൻ ദ ബേർഡ്സ്. ഇവിടെ സ്പാരോ എന്ന് പറഞ്ഞ ഒരു ബേർഡിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തം ബേർഡ്സിനെ പറയുന്നത് കേട്ടോ. ബേർഡ്സിന് ഇങ്ങനെ ചിപ്പിംഗ് സൗണ്ട്സ് ഒക്കെ വന്നു തുടങ്ങിയില്ലേ? അതായത് രാവിലെ ആയി. നമ്മളെ ഫാദർ ഗില്ലിഗൻ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തോ? ഇല്ല, അദ്ദേഹം ഉറങ്ങിപ്പോയി. റൈറ്റ്? When moths came once more, പിന്നെയും ഈ പാട്ടുകളൊക്കെ വന്നു. Old priest Peter Gilligan stood upright on the floor. അദ്ദേഹം പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം എന്താ? അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അല്ലേ? യെസ്. Mavron, the man has died. എന്താ മാവ്രോൺ? അയ്യോ എന്നുള്ള രീതിയിൽ കരയാണ്. മാവ്രോൺ ഏതാ ലാംഗ്വേജ്? ഐറിഷ് ലാംഗ്വേജ് ആണ് അല്ലേ? Mavron, the man has died. ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടാവും. When I slept in the chair, ഞാൻ ആ ചെയറിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടാവും. He rose his horse out of its sleep and rode with a little care. തൻ്റെ കുതിരനെ അദ്ദേഹം പെട്ടെന്ന് എണീപ്പിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? Rode with a little care. Little care means ഒരു കെയറും കൊടുക്കാതെ വളരെ സ്പീഡിൽ അദ്ദേഹം ഹോഴ്സിന്റെ മുകളിൽ പോയി. Okay, you can see a picture. Okay. Then he rode now as he never rode. ഇതുവരെ ജീവിതത്തിൽ റൈഡ് ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം റൈഡ് ചെയ്ത് പോകുന്നത്. Hi Richu. Then by rocky lane and fen, ചതുപ്പ് പ്രദേശങ്ങളിലൂടെ. ഫെൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രദേശങ്ങളാണ്. ഓക്കെ, ചതുപ്പ് പ്രദേശങ്ങളിലൂടെ വളരെ സ്പീഡിലാണ് പോകുന്നത്. സ്ലിപ്പറി ആയിരിക്കും, അങ്ങനെ പോകാൻ ഒന്നും പാടില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്തില്ലല്ലോ എന്ന നിരാശയിലാണ് അദ്ദേഹം അങ്ങനെ പോകുന്നത്. The sick man's wife opened the door. സിക്ക് മാൻ്റെ വൈഫ് ഡോർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഫാദർ, യു കം അഗെയിൻ. നിങ്ങൾ പിന്നെ വീണ്ടും വന്നോ എന്ന് ചോദിച്ചു. ഇനി And is a poor man dead? He cried. He died an hour ago. ഫാദർ ചോദിച്ചു, ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു പോയോ എന്ന് ചോദിച്ചു. അങ്ങനെ വൈഫ് പറയാണ്, he died an hour ago. ഒരു മണിക്കൂർ മുന്നേ മരണപ്പെട്ടു. The old priest Peter Gilligan in grief swayed to and fro. അങ്ങനെ സങ്കടത്തില് അദ്ദേഹം swayed to and fro, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തില്ല, ഉറങ്ങിപ്പോയി അല്ലേ? യെസ്. അങ്ങനെ വൈഫ് പറയാണ്, when you were gone, നിങ്ങൾ പോയ സമയത്ത് he turned and died. അദ്ദേഹം തിരിഞ്ഞൊന്ന് ചെരിഞ്ഞു കടന്ന് അദ്ദേഹം മരിച്ചു. as merry as a bird. ഒരു പക്ഷിയെ പോലെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം മരിച്ചത്. as merry as a bird, ഒരു പക്ഷിയെ പോലെ. ഇവിടെയുള്ള ഇതെന്താണ്? poetic device എന്താണ്? as merry as a bird. please tell me. as merry as a bird, poetic device എന്താണ്? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾ പറയുന്നു വിചാരിക്കുക. അവിടെയുള്ള പോയറ്റിക് ഡിവൈസ് എന്താണെന്ന് പറയാം. യെസ്, ആൻസർ ഇസ് ദെയർ. പാർവണ കറക്റ്റ്. സിമിലി, യെസ്. ആളെ പേരെന്താ? മനസ്സിലാവുന്നില്ല. സിമിലി ആണ്. ഗുഡ്. ഓക്കെ. The old priest Peter Gilligan, he knelt him at that word. അങ്ങനെ പറഞ്ഞ സമയത്ത് old priest Peter Gilligan മനസ്സിലായി, ഇവിടെ തൻ്റെ അഭാവത്തിൽ ദൈവം ഒരു ഏഞ്ചലിനെ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ഏഞ്ചലാണ് തന്നെ പോലെ വന്നിട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും ചെയ്തത് അല്ലേ? അപ്പം ദൈവത്തിനെ സ്തുതിക്കുകയാണ് അല്ലേ? He knelt at that word. ഒരു പക്ഷിയെ പോലെ അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ അഭാവത്തിൽ ദൈവത്തിന്റെ കരങ്ങളാണ് ഇവിടെ പ്രയോഗിച്ചത് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തിപ്പോയി അല്ലേ? എന്നിട്ട് എന്ത് ദൈവത്തിന്റെ വാഴ്ത്താണ് ഇനി അടുത്ത രണ്ട് സ്റ്റാൻസയിലായിട്ട്. ഹി ഹു ഹാത്ത് എന്ന് ഓൾഡ് ഇംഗ്ലീഷ് ആണ്, നമ്മളിവിടെ ഹാസ് എന്ന് പറയൂ കേട്ടോ. ഹി ഹു ഹാസ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങളെ കൊണ്ട് രാത്രി ഉണ്ടാക്കിയ അയാൾ. ആരാണ് അയാൾ? ഹി ആരാണ്? ഗോഡ്. ദൈവത്തിനെ പറയാണ്. ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്. വളരെയധികം പണിയെടുത്ത് ക്ഷീണിക്കുന്നവർക്കൊക്കെ ഒരു അഭയമാവുന്ന ആ ഒരു ദൈവം.
send one of his great angels down to help me in my need. അദ്ദേഹം ആ ഒരു ദൈവം അദ്ദേഹത്തിന്റെ ഒരു ഏഞ്ചലിനെ ഇങ്ങോട്ടേക്ക് അയച്ചു. അത്യാവശ്യം വന്ന സമയത്ത് എന്നെ പോലെയുള്ള ഒരു പാവപ്പെട്ട ഒരു സില്ലി ആയിട്ടുള്ള ഒരാൾക്കും ദൈവം സഹായം ചെയ്ത് അല്ലെ, ദൈവം ഒരു സഹായത്തിന്റെ രൂപത്തിൽ ഏഞ്ചലിന്റെ രൂപത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലെ. He who is wrapped in purple robes. എന്താണ് പർപ്പിൾ റോബ്സ് എന്ന് പറഞ്ഞാൽ ഗൗൺ. ദൈവം ഒരു പേർപ്പിൾ കളറിലെ ഗൗണൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു ദൈവം. പേർപ്പിൾ എന്ന് പറയുന്നത് ഒരു നൊബിലിറ്റി ആണ് കാണിക്കുന്നത്. നോബിൾ അല്ലെങ്കിൽ ആ വലിയൊരു പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേർപ്പിൾ കളർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബൈബിളിൽ യൂസ് ചെയ്യുന്ന കളറാണ് കേട്ടോ. വിത്ത് പ്ലാനറ്റ് ഇൻ ഹിസ് കെയർ. ഇവിടെയുള്ള പ്ലാനറ്റ്സ് എല്ലാം ആ ഒരു ദൈവത്തിന്റെ കെയറിലാണ് അല്ലെ. ഹാഡ് പെറ്റി ഓൺ ലീസ്റ്റ് ഓഫ് ദ തിങ്സ് അസ്ലീപ് അപ്പോൺ ദ ചെയർ. ഈ ഇവിടെയുള്ള കോടാനുകോടി ജനങ്ങളും പ്ലാനറ്റ്സും സ്റ്റാർസും എവറിഥിങ് എല്ലാം ആ ദൈവത്തിന്റെ കെയറിലാണ്. എന്നിട്ട് ആ ദൈവം ഹാഡ് പെറ്റി ദയ കാണിച്ചു, ലീസ്റ്റ് ഓഫ് ദ തിങ്സ്. എന്നിട്ടും ഈ ചെറിയ മനുഷ്യനായിട്ടുള്ള എന്നോടും ദൈവം എന്ത് കാണിച്ചുടാ? ദയ കാണിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവത്തിനെ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ടാണ് ആ രണ്ട് സ്റ്റാൻസാസ് അതേപോലെ ഈ പോയം എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇവിടെ വരുന്ന മറ്റ് പോയറ്റിക് ഡിവൈസസ് നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്യാം. യെസ് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് ലൈൻ ബൈ ലൈൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ നൗ. ഓക്കെ, യെസ് നിവേദ്, ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്? Okay, so hope it is clear. I'm going to what appreciation. Listen, the poem നമ്മൾ തുടങ്ങുന്ന സമയത്ത് poem പറഞ്ഞു തുടങ്ങും. Ballad of Father Gilligan by the എഴുതിയിട്ടുള്ള renowned Irish poet William Butler Yeats is a typical ballad. ഇതെന്താണ്? ഒരു typical ballad ആണ്. Composed in quatrains-ലാണ് ഇത് കമ്പോസ് ചെയ്തത് with a rhyme scheme of ABCB. എന്താണ് rhyme scheme? ABCB. The poem narrates the tragic story of Father Gilligan and his parishioners. ഇവിടുത്തെ തീം എന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഫാദർ ഗില്ലിഗന്റെയും അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള ആൾക്കാർ, അതായത് പാരിഷ്നേഴ്സ്, വേർഡ് മറന്നു പോകരുത്, പാരിഷ്നേഴ്സിന്റെയും കഥയാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പോയത്തിലോട്ട് വരുന്ന സമയത്ത് സമ്മറിയാണ് പറയുന്നത്. Poem deals with the themes of pity and piety of an old priest, the death and miseries of the parishioners and the limitless love and mercy of God. ഇവിടെ പോയത്തിൽ പറയുന്നത് ഓൾഡ് പ്രീസ്റ്റിന്റെയും ഇടവകയിലുള്ള പ്രശ്നങ്ങൾ, മരണങ്ങൾ, അവിടുത്തെ ദുരിതവും കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ ദൈവത്തിന്റെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്നേഹത്തിനെ പറ്റിയിട്ടും കാരുണ്യത്തിനെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട്. പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി ടയേർഡ് ആൻഡ് അപ്സെറ്റ് ബിക്കോസ് ഓഫ് ഹിസ് പാരിഷ്നേഴ്സ് വർ എയ്തർ ഡെഡ് ഓർ സിക്ക് ബെഡ് ഡ്യൂ ടു ആൻ എപ്പിഡമിക്. ഫസ്റ്റ് സ്റ്റാൻസ അല്ലെ, അദ്ദേഹം വളരെ ടയേർഡ് ആണ്, കാരണം ഇടവകയിലുള്ള ആൾക്കാർക്ക് കുറെ പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എഴുതുക. കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാൻസയിലേക്ക് വരുന്ന സമയത്ത് one day at the moth hour of the evening സമയം Father Gilligan was called for attending the last moments of a dying man. മരിക്കാനായ ഒരാളുടെ ലാസ്റ്റ് മൊമെന്റ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ഗില്ലിഗനെ തേടി ഒരാൾ വരുന്നു. The priest was tired and sleepy. അദ്ദേഹം വളരെ ക്ഷീണിതയായിരുന്നു, ഉറക്കം തൂങ്ങിയ അവസ്ഥയിലായിരുന്നു. എന്തിന്റെ ഫോർമാറ്റ് ആണ് ഷിതു ചോദിക്കുന്നത്? He expressed his grief in a complaining voice that he had no rest, no joy and no peace. എന്ന് അദ്ദേഹം കംപ്ലൈൻ ചെയ്തുകൊണ്ട് ദൈവത്തിനോട് പറയാണ്, എനിക്ക് റെസ്റ്റ് ഇല്ല, സമാധാനമില്ല, സന്തോഷമില്ല. Immediately he realized his mistake and repented. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് തിരിച്ചറിയുകയും ദൈവത്തിനോട് forgive ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. He knelt and prayed to God for forgiveness. കുത്തിക്കൊണ്ട് ദൈവത്തിനോട് ക്ഷമിക്കാൻ വേണ്ടി പറയുകയാണ്. And in the prayer he fell asleep leaning over the chair. ആ ഒരു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. Okay. He woke up only in the following morning at the time of sparrow chirp. പിന്നെ എപ്പോഴാണ് അദ്ദേഹം ഉണർന്നത്? രാവിലെ ബേർഡ്സിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ടാണ് ഉണർന്നത്. He realized his failure of duty and soon he rose his horse and rode to the sick man's house with little care. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും തന്റെ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് തിരിച്ചറിയുകയും അയാളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. ഇനി when he reached the house, ആ വീട്ടിലെത്തിയ സമയത്ത് sick man's wife asked, എന്താ ചോദിച്ചത്? Father, why he came again എന്ന് ചോദിച്ചു. She also told that the man had died an hour ago before as merry as a bird. അതേപോലെ ആ സ്ത്രീ പറഞ്ഞു, ഒരു മണിക്കൂർ മുന്നേ ഒരു പക്ഷിയെ പോലെ സന്തോഷവാനായിട്ടാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് എന്നും പറഞ്ഞു അല്ലേ. യെസ്. ഇനി
From the wifeന്റെ വാക്കുകളിൽ നിന്ന് priest understood that the God has sent an angel to do his duty in his absence. തൻ്റെ അഭാവത്തിൽ, തൻ്റെ ആബ്സെൻസിൽ തൻ്റെ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ഏഞ്ചലിനെ ഇവിടെ അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ he knelt in prayer and praised the God, saying that the most powerful God. പിന്നെ ലാസ്റ്റിലേക്ക് എന്താണ്, ഗോഡിനെ വാഴ്ത്തിക്കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇതാണ് സമ്മറി പോകുന്നത് കേട്ടോ. യെസ് ഷിതു, അപ്രീസിയേഷൻ്റെ ഫോർമാറ്റ് ആണ് മിസ് നേരത്തെ പറഞ്ഞത്. വീഡിയോ ഒന്ന് മുന്നിലേക്ക് ആക്കിയാൽ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, സമ്മറി കൊടുക്കുക, പോയറ്റിക് ഡിവൈസ് കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ പോയറ്റിനെ പറ്റിയിട്ടും അതേപോലെ തീമും സ്ട്രക്ചറും കൊടുക്കുക. സമ്മറി സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. പോയറ്റിക് ഡിവൈസസും മെസ്സേജും ലാസ്റ്റിലേക്ക് കൊടുക്കുക. അത്ര പണിയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി പോയറ്റിക് ഡിവൈസസ്, ഈ ചാപ്റ്ററിലുള്ള പോയറ്റിക് ഡിവൈസസ് നോക്കുക. ഗ്രീൻ സോട്ട്സ്, റോക്കി ലെയിൻ ആൻഡ് ഫെൻ, മോഡ്സ്, പ്രീസ്റ്റ് റൈഡിങ് ദ ഹോഴ്സ്, ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആ അല്ലേ. നമുക്ക് പ്രീസ്റ്റ് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇയാംപാറ്റകൾ വരുന്നത്, മോഡ്സ് വരുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. റോക്കി ലൈൻ ആൻഡ് ഫെൻ, ചതുപ്പ് പ്രദേശങ്ങൾ, അതും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇതൊക്കെ വിഷ്വൽ ഇമേജസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് സ്പാരോ chirp, soft sound of leaf shaking in the wind, Father Gilligan's cry of grief calling Mavron, 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 ആ കരച്ചില്. അതേപോലെ സൗണ്ട്സ് ഓഫ് ദ ലീഫ്, ഇതൊക്കെ എന്ത് എക്സാമ്പിൾ ആണ്, ഓഡിറ്ററി ഇമേജ്, കേൾക്കാൻ പറ്റുന്നത് അല്ലെ, ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് മോത്ത് അവർ ഓഫ് ദ ഈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൺസെറ്റ് ഓർ ഈവനിങ് ടൈം ആണ്. ആൻഡ് ദ സ്പാരോ ചിർപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്, സൺറൈസ് ആണ് കേട്ടോ. പിന്നെ പെർസോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ഏതാണ്, ആൻഡ് ദ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സിമിലി അറിയാലോ, ടു ദ മാൻ ഡൈഡ് ആസ് എ മെരി ആസ് എ ബേർഡ്. പിന്നെ നമുക്ക് റിഫ്രെയിൻ കാണാം. ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ലൈൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയും. പിന്നെ അലിട്രേഷൻ നമുക്ക് കാണാം. പ്രീസ്റ്റ് പീറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡൈ ആൻഡ് ഡൈ, d. Mavron, Mavron, the man, m. No rest, nor joy, nor peace, n. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. ആൻഡ് അടുത്തടുത്ത വരികൾ ആൻഡിനോട് തുടങ്ങുന്നത് കൊണ്ട് അത് അനഫോറിക്ക് എക്സാമ്പിൾ ആണ്. ധാരാളം പോയറ്റിക് ഡിവൈസ് ഇതിലുണ്ട് അല്ലേ. യെസ്, ഏത് പോയം ചോദിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം അപ്രീസിയേഷന്? ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞോ. ബൈ ദ വേ, നമുക്കൊന്ന് ഈ ഒരു പോയം എൻഡ് ചെയ്യാം. പോയം പെർഫെക്റ്റ്ലി presents a ballad telling the tragic story of Father Gilligan and depicts the pitiful and pious priest in the minds of the readers as an unfading image. മറന്നു പോവാത്ത ഒരു ഇമേജ് പോലെ വളരെ ക്ലിയർ ആയിട്ടാണ് ഈ ഒരു ബാലഡ്, ഒരു ട്രാജിക് സ്റ്റോറി ഇവിടെ പറയുന്നത് അല്ലേ. യെസ്, ഹായ് നെയ്മർ. നോ റെസ്റ്റ് നോർ ജോയ്, ഇത് യെസ്, അവിടെ അസണൻസും ഉണ്ട്. ഷുവർ അവിടെ അസണൻസ് ഉണ്ട്. ഓ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അനന്യ, വെരി ഗുഡ്. അവിടെ അസണൻസും ഉണ്ട് കേട്ടോ, മറന്നു പോയതാണ്. അസണൻസും ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് അസണൻസും പറയാൻ പറ്റും കേട്ടോ. ഇത് എക്സാമ്പിൾ ഇതാ, ഓ ഓ ഓ ഓ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അസണൻസും എക്സാമ്പിളായിട്ട് ഇവിടെ പറയാം. ഗുഡ് അനന്യ, വെരി ഗുഡ്. വേറെ ഓക്കെ, എല്ലാവർക്കും ബാലഡ് ചോദിക്കണം എന്നാണ് ആഗ്രഹം. ബാലഡ് ചോദിക്കട്ടെ. ഓക്കെ ഫൈൻ. ഇന്ന് ഞാൻ പറയട്ടെ, പോയട്രി ചോദിക്കട്ടെ എന്ന് പറഞ്ഞാലോ. പോയട്രി അടിപൊളിയല്ലേടാ. പോയട്രി അടിപൊളിയല്ലേ? എടാ ശ്രദ്ധിക്കുക, ബാലഡ് ചോദിക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ മാക്സിമം ചിലപ്പോൾ നിങ്ങൾ എക്സാം ടഫ് ആക്കാൻ വിചാരിക്കുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ. ടഫ് ആവാനൊന്നുമില്ല, എന്തായാലും ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ പോയട്രി ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ. ഏതായാലും പഠിച്ചു വെച്ചോ, ടഫ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണല്ലോ അല്ലേ. യെസ്, ഇനി നമുക്ക് വേറൊരു പോയം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് മദർ ടു സൺ. മദർ ടു സൺ, ഹു ഇസ് ദ ഓഥർ ഓഫ് ദ പോയം? മദർ ടു സണിന്റെ ഓഥർ ആരാ ഫസ്റ്റ് പറയാൻ നോക്കുക. Who is the author of the poem Mother to Son? Poetry Mother to Son should be banned. Mother to Son banned. Mother to Son എന്തൊരു ഈസിയാ പോയം, അതിനെ ബാൻ ചെയ്യേണ്ട ആവശ്യം? അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അവിടെ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ഓഥർ? ആർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു.
വെരി ബാഡ്. ഹു ഇസ് ദ ഓഥർ ഓഫ് മദർ ടു സൺ? നാളത്തെ മാരത്തോണിൽ ടുഡേ ഡിസ്കസ് ചെയ്ത കാര്യം പറയണം. നാളത്തെ മാരത്തോണിൽ എന്തെന്ന് ഇന്നത്തെ ഡിസ്കസ് ചെയ്ത കാര്യം പറയുന്നത്? അത് ഇന്നത്തെ മാരത്തോൺ എടുത്ത് കണ്ടാൽ പോരി. ഓക്കെ, ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. പാബ്ലോ നെറൂഡ ഒന്നുമില്ല, ഇല്ലാത്ത ആൾക്കാരൊന്നും കൊണ്ടല്ലേ. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്, വെരി ഗുഡ്. ഓക്കെ, സോ ലിസൺ, വളരെ സിമ്പിളായിട്ട് ഈ ഒരു പോയത്തിൻ്റെ ഐഡിയ ഫസ്റ്റ് പറഞ്ഞു തരാം. ഈ പോയത്തിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നോ റൈം സ്കീം. ഇവിടെ എന്തില്ല? റൈം സ്കീം ഇല്ല. വളരെ ഫ്രീ സ്റ്റൈലിൽ എഴുതിയിട്ടില്ല, ഫ്രീ ആയിട്ട് എഴുതിയിട്ടില്ല. റൈം സ്കീമോ ഒരു ലൈൻ ലെങ്തോ സ്റ്റാൻസ സിസ്റ്റമോ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് എഴുതിയ ഫ്രീ ആയിട്ട് എഴുതുന്നതിന് എന്താ പറയുക? ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ഇതാണ് ഈ പോയത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ വേഴ്സ് സ്റ്റൈൽ. അതായത് റൈം സ്കീം ഇല്ല, റൈമിംഗ് വേർഡ്സ് ഇല്ല, സ്റ്റാൻസ സിസ്റ്റം ഇല്ല, ലൈൻ ലെങ്ത് ഇല്ല, ഒരു തേങ്ങാക്കൊലിയും ഇല്ല. ഓക്കെ, യെസ്. അപ്പം ഫ്രീ വേഴ്സ്, നോ മെട്രിക് പാറ്റേൺ, അതായത് ലൈൻ ലെങ്ത് ഇല്ല, നോ സ്റ്റാൻസ സിസ്റ്റം. ഇനി ടോൺ എന്ന് പറയുന്നത് ഒരു ഡിഡാക്റ്റിംഗ് അല്ലെങ്കിൽ എൻകറേജിങ് ടോൺ ആണ്. എന്താ ഡിഡാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡിഡാക്റ്റിക് ടോൺ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം തരുന്ന രീതിയിലുള്ള, അഡ്വൈസ് തരുന്ന രീതിയിലുള്ള ഒരു ടോൺ ആണ് ഈ ഒരു പോയത്തിന് ഉള്ളത്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. എടാ, ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന സമയത്താണ് ഡയലോഗ് ഉണ്ടാവുക അല്ലെ? ഇവിടെ മദർ ടു സൺ, യെസ് ഒബ്വിയസ്ലി രണ്ടാൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ സൺ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. സൺ ഇവിടെ വെറും ലിസണർ ആണ്, കേൾവിക്കാരന് മാത്രമാണ്. ഇവിടെ മദറാണ് സംസാരിക്കുന്നത്, മദറാണ് സ്പീക്കർ. അതുകൊണ്ട് തന്നെ ഇതൊരു മോണോലോഗ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ മോണോലോഗ്. ഫൈൻ, യെസ്. യെസ്, സോ ലിസൺ, ഇവിടെയുള്ള തീം നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം പറയുന്നത് മദേഴ്സ് മിസറബിൾ ലൈഫ് എക്സ്പീരിയൻസസ്. വളരെ ദുരിതപൂർണമായിട്ടുള്ള ആ അമ്മയുടെ ലൈഫ് എക്സ്പീരിയൻസസ് മകനോട് പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമതായിട്ട് മദർ കുറച്ച് ഉപദേശങ്ങൾ, അഡ്വൈസ് കൊടുക്കുന്നു. മൂന്നാമതായിട്ട് മദേഴ്സ് എൻകറേജ്മെന്റ്, പ്രോത്സാഹനം കൊടുക്കുകയാണ്. മദറിന്റെ ജീവിതം ഒരു എക്സാമ്പിളായി വെച്ചുകൊണ്ട്, മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം ആ മകന് കൊടുക്കുന്നതാണ് അല്ലേ? യെസ്. ടീച്ചറിന് നോമ്പുണ്ട്, ഇപ്പം ഇല്ല, നോമ്പ് മുറിച്ചു. ഓക്കെ, സ്പീക്കർ ആരാണ്? ഒരു ആഫ്രോ അമേരിക്കൻ മദർ ഹൂസ് അൺഎഡ്യൂക്കേറ്റഡ്, പുവർ ആൻഡ് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസമില്ലാത്ത, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പാവപ്പെട്ട അമ്മയാണ് ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് എന്താ? ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഓരോ നാട്ടിൽ അവരുടേതായിട്ടുള്ള പ്രാദേശിക ശൈലി ഉണ്ടാവില്ല ഇംഗ്ലീഷ് പറയുന്നതിലൊക്കെ. അപ്പം ഇതൊരു ആഫ്രോ അമേരിക്കൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡയലക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കുറേ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത കുറേ ഇംഗ്ലീഷിൻ്റെ കുറേ വേർഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അവരുടെ ശൈലിയിൽ അവർ എഴുതിയതാണ്. ആ അമ്മ ഇല്ലിറ്ററേറ്റ് ആണ്, പുവർ ആണ് അല്ലേ? ആ അമ്മയുടെ ശൈലിയിൽ അമ്മ പറയുന്ന രീതിയിലാണ് ഇവിടെ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലോട്ട് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്. പ്ലീസ് ലിസൺ. വെൽ സൺ, ഐ വിൽ ടെൽ യു. ശരി മകനെ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക, ആദ്യം അമ്മയുടെ മിസറബിൾ കാര്യങ്ങളാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉപദേശം കൊടുക്കുവാണ്, പിന്നെ പ്രോത്സാഹനം, എൻകറേജ്മെന്റ് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ നോക്കുക, വെൽ സൺ ഐ വിൽ ടെൽ യു, ലൈഫ് ഫോർ മീ ഐൻറ്റ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെയുള്ള മെറ്റഫർ എന്ന് പറയുന്നത്. വെറും മെറ്റഫർ അല്ല, എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണ് ഇവിടെ ഉള്ളത്. എക്സ്റ്റെൻഡഡ് മെറ്റഫർ, അതായത് ഈ ചാപ്റ്റർ ഉടനീളം ഒരു ക്രിസ്റ്റൽ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്റ്റൽ സ്റ്റെയറുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ കോടിപ്പടികൾ എന്ന് പറഞ്ഞാൽ ആ വീടുകൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, വളരെ ലക്ഷൂറിയസ് ആയിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ അതൊക്കെ ഉണ്ടോ? ഇവിടെ അതൊന്നുമില്ല എന്നമ്മ പറയുന്നത്. ലൈഫ് ഫോർ മീ, ആ അമ്മ തൻ്റെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്യാണ്. അതുപോലെ അല്ല തൻ്റെ ജീവിതം എന്നുള്ളത്. ലൈഫ് ഫോർ മീ ഐൻറ്റ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഇവിടെ ഐൻറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഡയലക്റ്റ് ആണെന്ന് പറഞ്ഞു, ഒരു പ്രാദേശിക ശൈലിയാണെന്ന് പറഞ്ഞു, ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആം നോട്ട്, ഈസ് നോട്ട്, ഹാവ് നോട്ട്, നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെയല്ല, കംഫർട്ടബിൾ അല്ല, ലക്ഷൂറിയസ് അല്ല, ബ്യൂട്ടിഫുൾ അല്ല എന്നാണ് ആ അമ്മ പറയുന്നത്.
It's had tacks in it and splinters and boards torn up. ജീവിതത്തിന്റെ ആ കോണിപ്പടികളിൽ എന്തുണ്ടായിരുന്നു? ടാക്സ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള നെയിൽസ്, ആണികൾ ഉണ്ടായിരുന്നു. അതേപോലെ സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ പലക കഷ്ണം അല്ലേ, അതുപോലെയായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ കോണിപ്പടികൾ. അതെന്താന്ന് പറഞ്ഞുതരാം. ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്, അതേപോലെ ആ കോളിപ്പടികളിലുള്ള പടികൾ ഉണ്ടാവില്ലേ, ബോർഡ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ബ്രോക്കൺ ആയിട്ടുണ്ട്, ഡീക്കേ ആയിട്ടുണ്ട്, കീറി പൊട്ടി പൊളിഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. സോ ഇതിലൂടെ ടാക്സ് എന്നതിലൂടെയും സ്പ്ലിൻറ്റേഴ്സ് എന്നതിലൂടെയും ബോർഡ്സ് ടോൺ അപ്പ് എന്നതിലൂടെയും ഉദ്ദേശിക്കുന്നത് her life, ആ അമ്മയുടെ ജീവിതം was full of miseries and difficulties and poverties. അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുറേ ദുരിതവും കഷ്ടപ്പാടും പോവർട്ടിയും എല്ലാം നിറഞ്ഞതാണ്. വല്ല സുഖമുള്ള ജീവിതമല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ആണി എന്നതിലൂടെയും ആ കോണിപ്പടികൾ പൊട്ടിപ്പൊളിഞ്ഞതാണ് എന്നതിലൂടെയും ഒക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. ഫൈൻ. ഇനി ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ്സ് ഓൺ ദ ഫ്ലോർ, അതേപോലെ ആ കോണിപ്പടികൾ അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തില്ലായിരുന്നു? കാർപ്പറ്റ് ഇല്ലായിരുന്നു. ഇവിടെ കാർപ്പറ്റ് എന്നതുകൊണ്ട് ലക്ഷറി അല്ല കാണിക്കുന്നത്. ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ കാർപ്പറ്റ് വളരെ നിർബന്ധമാണ് അല്ലേ. എല്ലാ വീട്ടിലും എന്ത് വേണം? കാർപ്പറ്റ് വേണം, അല്ലെങ്കിൽ തണുപ്പടിക്കും. അപ്പം അത്രയും ബേസിക് ആയിട്ട് നിർബന്ധമായിട്ട് ഒരു വീട്ടിൽ വേണ്ട ഒരു സാധനമാണ് കാർപ്പറ്റ്. സോ അത് പോലും ഇല്ലായിരുന്നു. ബേസിക് ആയിട്ട് നിലത്ത് വിരിക്കേണ്ട കാർപ്പറ്റ് പോലും ഇല്ലായിരുന്നു. ഇനി ബെയർ, കണ്ടില്ലേ ഒരു ലൈനാണത്. ബെയർ എന്താണ്? ശൂന്യമായിരുന്നു. അതായത് ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ലായിരുന്നു. നെസസിറ്റീസ്, അവിടെ ആബ്സെൻസ് ഓഫ് ലവ്, കെയർ, സപ്പോർട്ട് ഇൻ ഹെർ ലൈഫ്, ഇതിൻ്റെയൊക്കെ അഭാവം, ഇതിൻ്റെയൊക്കെ ആബ്സെൻസ് ആണ് അതിലൂടെ പറയുന്നത്. ഓക്കെ. ഇനി ബട്ട് ഓൾ ദ ടൈം, പക്ഷെ എല്ലായ്പ്പോഴും ഐ സീ ബീൻ എ ക്ലൈംബിങ് ഓൺ. വായിക്കുക, ശ്രദ്ധിക്കുക. ഐ സീ എന്ന് പറഞ്ഞാലൊക്കെ ഐ ഹാവ് എന്നാണ് മോഡേൺ ഇംഗ്ലീഷിൽ കേട്ടോ. ഐ ഹാവ് ബീൻ ക്ലൈംബിങ് ഓൺ, ഞാൻ ആ ജീവിതത്തിൻ്റെ കോണിപ്പടികൾ കയറിക്കൊണ്ടേയിരുന്നു. ആൻഡ് റീച്ച് ഇൻ ലാൻഡിങ്സ്, ആൻഡ് അപൂർവമായി ചില സമയത്ത് ചില ലാൻഡിങ്സ്, ചില കംഫർട്ട് സോണുകളിൽ ഞാൻ എത്താറുണ്ട്. ജീവിതത്തിൻ്റെ ആ കോണിപ്പടികൾ കയറി പോകുന്ന സമയത്ത് ചില കംഫർട്ട് സോണുകളിൽ ഞാൻ എത്താറുണ്ട്. അതാണ് ലാൻഡിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കംഫർട്ട് സോൺ. ഇനി ആൻഡ് ടേണിംഗ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ടു ഫേസ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നമ്മൾക്ക് ഒരു ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആ ഗോളിനനുസരിച്ച് നമ്മുടെ ജീവിതം പോകണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ചിലപ്പോൾ അപ്സ് ഉണ്ടാവും, ഡൗൺസും ഫെയിലിയേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നാളെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവുക. റൈറ്റ്? യെസ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്? യെസ്. ഇത് തന്നെയാണ് ആ അമ്മ പറയുന്നത്. ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ട് പോലും ആ കോണിപ്പടികൾ കയറിക്കൊണ്ടേയിരുന്നു. ചില സമയത്ത് നല്ല കംഫർട്ട് സോണിൽ എത്താറുണ്ട്. ആൻഡ് ടേണിംഗ് കോർണേഴ്സ്, ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാറുമുണ്ട്. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്. ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോപ്പ്ലെസ് ആയിട്ടുള്ള, ഹെൽപ്ലെസ് ആയിട്ടുള്ള, നിസ്സഹായ അവസ്ഥ, ആരും സഹായിക്കാനില്ലാതെ, ഒരു റേ ഓഫ് ഹോപ്പ് പോലും ഇല്ലാതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്ത സിറ്റുവേഷനിലും എത്താറുണ്ട്. where there ain't be no light, അവിടെ എന്തില്ല? വെളിച്ചം. വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഇരുട്ടായി അല്ലേ. അപ്പം സഹായിക്കാൻ പോലും ആരുമില്ലാത്ത സിറ്റുവേഷനിലും എത്താറുണ്ട്. ഓക്കെ. സോ ലിസൺ, ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അനഫോറ കാണാൻ പറ്റൂലേ? ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? അവിടെ എന്തുണ്ട്? അനഫോറയുണ്ട് കേട്ടോ. ഓക്കെ. ഇനി ഇത്രയാണ് ആ അമ്മയുടെ ജീവിതത്തിനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി മകൻ എന്ത് കൊടുക്കാൻ? അഡ്വൈസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അഡ്വൈസ്. സോ ബോയ്, മകനെ, ഡോണ്ട് യു ടേൺ ബാക്ക്. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നീ തിരിഞ്ഞു നടക്കരുത്. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്. ആ ജീവിതത്തിന്റെ കോണിപ്പടികളിൽ നീ സെറ്റ് ഡൗൺ, ഇരുന്ന് പോവരുത്. ആദ്യം കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഡോണ്ട് യു ടേൺ ബാക്ക്. നീ തിരിഞ്ഞു നടക്കരുത്. ഡോണ്ട് യു സെറ്റ് ഡൗൺ, നീ ഇരുന്ന് പോവരുത്. കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കിൻഡ് ഹാർഡ്. നിനക്ക് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, അതുകൊണ്ട് നീ അവിടെ ഇരുന്ന് പോവരുത്. ഡോണ്ട് യു ഫോൾ നൗ, നീ വീണു പോകരുത്. അങ്ങനെ 3 ഉപദേശമാണ് അമ്മ കൊടുക്കുന്നത്. എന്തൊക്കെ ഉപദേശമാണ്? ഡോണ്ട് യു ടേൺ ബാക്ക്. ഓക്കെ. Don't you turn back. Don't you sit down on the steps.
ഡോണ്ട് യു ഫോൾ. ഇങ്ങനെ 3 ഉപദേശങ്ങളാണ് അമ്മ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. 4 ഇനി അമ്മ എൻകറേജ് ചെയ്യാണ് മകനെ കേട്ടോ. മകന് വേണ്ട എല്ലാവിധ എൻകറേജ്മെന്റും അമ്മ കൊടുക്കുകയാണ്. ഇവിടെ മുതൽ എൻകറേജ്മെന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. For I still going honey. എനിക്ക് ഇത്രയും വയസ്സായി മോനെ, ഹണി തേനെ എന്നുള്ളത് മോനെ എന്നുള്ള വിളിയാണ് കേട്ടോ. എൻകറേജ്മെന്റ് ആണ്. ഇത്രയും വയസ്സായിട്ടും ഞാൻ ഇപ്പോഴും ആ കോണിപ്പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഐ സീ സ്റ്റിൽ ക്ലൈംബിങ്. ഞാൻ ഇപ്പോഴും അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലൈഫ് ഫോർ മീ ഐൻഡ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. എനിക്കിപ്പോഴും ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെയല്ല. ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ മോനെ, നീ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിന്റെ ലൈഫ് നീ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിനക്ക് ഇനി കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. അതേപോലെ കുറേ നല്ല നല്ല നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. കുറേ ഡൗൺസ് ഉണ്ടാവും, കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാവും, കുറേ അപ്സ് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും. ഇതൊക്കെ നീ വരും. നീ അവിടെ ഒന്നും ഫെയിലിയേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നീ ഇരുന്ന് പോരുത്, നീ തിരിഞ്ഞു നടക്കരുത്. യു ഹാവ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയം മദർ ടു സൺ. ഇനി ഇതിന്റെ അപ്രീസിയേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഐ ഹോപ്പ് ഇതിൽ ലൈൻ ബൈ ലൈൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലൈൻ ബൈ ലൈൻ ക്ലിയർ ആണോ? ആണെങ്കിൽ പറയാം കേട്ടോ. ഇനി നമുക്ക് അപ്രീസിയേഷനിലോട്ട് പോവാം. സോ ലിസൺ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അപ്രീസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതായത് തീം എന്താ, ഇവിടെ സ്പീക്കർ ആരാ എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ, ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. യെസ്, ക്ലിയർ ആണ്. വെരി ഗുഡ്, താങ്ക് യു പാഴ്വണ മാം. എന്തായിരുന്നു സ്പെഷ്യൽ? ആക്ച്വലി സ്പെഷ്യൽ ഒന്നും തിന്നാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ ചെറിയൊരു സ്നാക്സ് ഒക്കെ ആയിട്ട് മാത്രം ഒരു വാട്ടർമെലൺ, ഒരു ജ്യൂസും കുറച്ച് സമൂസയും കഴിച്ച് ഞാനിങ്ങനെ ഇരിക്കുക ഇവിടെ. ഓക്കെ, ഇനി ബാക്കി ഫുഡ് കഴിക്കാൻ എനിക്ക് വീട്ടിലെത്തണം. ഫൈൻ. ഓക്കെ, സോ ലിസൺ, മദർ ടു സൺ is a poem by Langston Hughes, an American writer and social activist. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്റർ ആണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ഇനി he is best known as leader of Harlem Renaissance, a socio-cultural enlightenment of the Afro-American began in 1920s. So ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ബോക്സിലെ പോയറ്റിനെ പറ്റിയിട്ടുള്ള അതിൽ നിന്ന് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാട്ടോ. ഇൻ ദ പോയം ഇത്രയും ഞാൻ പോയറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ഇൻ ദ പോയം തീമാണ്, poet depicts the social backwardness of the African American people and the miseries and hardship of their lives. African American peopleന്റെ സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ഒരു പോയത്തിലേക്ക് വരുന്ന സമയത്ത് സ്പീക്കർ ഓഫ് ദ പോയം ആരാണ്? പുവർ ഇല്ലിറ്ററേറ്റ് മദർ, വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ഒരു അമ്മ, ഹു ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റി. ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ആ അമ്മ എന്ന് പറയുന്നത്. ഷി സ്പീക്സ് ടു ഹർ സൺ അബൌട്ട് ഹർ ലൈഫ്. തൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണ് അമ്മ മകനോട്. She says that her life has never been as smooth and comfortable as crystal stair. അവർ പറയുന്നത് തൻ്റെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ സ്മൂത്ത് ആയിരുന്നില്ല, കംഫർട്ടബിൾ ആയിരുന്നില്ല. Her life stay was full of tax. അവരുടെ ലൈഫിൻ്റെ കോണിപ്പടികൾ ഫുൾ സ്റ്റാക്സും സ്പ്ലിൻഡേഴ്സും ടോൺ അപ്പ് ബോർഡ്സുമായിരുന്നു. ഹർ ലൈഫ് വാസ് ഡിവോയ്ഡ് ഓഫ് ഓൾ ബേസിക് നീഡ്സ് ഓഫ് എ പേഴ്സൺ ലൈഫ്. ഒരു പേഴ്സണിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണോ അതൊന്നും തൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി however she has been climbing the stair of her life journey. എന്നിട്ട് പോലും ജീവിതത്തിൻ്റെ ആ കോണിപ്പടികൾ കയറിക്കൊണ്ടേയിരുന്നു. sometimes she reaches a landing with some momentary comfort. ചിലപ്പോൾ നല്ല കംഫർട്ട് കിട്ടാൻ ചില ലാൻഡിങ്സിൽ എത്താറുണ്ട്. But often she has to turn directions and look for other ways to find solutions to her problems in life. പക്ഷെ ചില സമയത്ത് തിരിഞ്ഞ് നടക്കേണ്ടി വരാറുണ്ട്. മറ്റ് വിചാരിച്ച സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ മറ്റെന്തെങ്കിലും ഐഡിയാസ് എടുക്കേണ്ടി വരാറുണ്ട് അല്ലേ. വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നോളുന്നില്ല അല്ലേ. ഒബ്വിയസ്ലി നമുക്കൊരു പ്ലാൻ എ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരിക്കണം, റൈറ്റ്? യെസ്. At times she ends up in darkness. ചില സമയത്ത് കൂരിരുട്ടിൽ എത്താറുണ്ട്. ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, എ കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് സിറ്റുവേഷൻ വിതൗട്ട് ഈവൻ എ സിംഗിൾ റേ ഓഫ് ഹോപ്പ്. ഒരു ചെറിയ പ്രതീക്ഷ പോലും ഇല്ലാത്ത സിറ്റുവേഷൻ. ബട്ട് ഷി ഹാസ് നെവർ തോട്ട് ഓഫ് ഗിവിംഗ് അപ്പ് ഫൈറ്റിംഗ് ഫോർ എക്സിസ്റ്റൻസ്. പക്ഷെ ഇതുവരെ വിട്ടുകൊടുക്കണം എന്ന് അമ്മ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇനി ഷി അഡ്വൈസസ് ഹർ സൺ നോട്ട് ടു ടേൺ ബാക്ക്. അമ്മ മകനോട് പറയുന്നത് നീ തിരിഞ്ഞു നടക്കരുത്. നോട്ട് ടു സിറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്. സ്റ്റെപ്സിൽ നീ ഇരുന്ന് പോകരുത്. അഡ്വൈസ് ആണ് കേട്ടോ. ഇവിടെ മുതൽ അഡ്വൈസ് ആണ് കൊടുക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റിലേക്ക് എൻകറേജ്. സോ അഡ്വൈസ് എഴുതുക, എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടു ഫൈറ്റ് ആൻഡ് ഡിഫീറ്റ് ദ ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്. ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യുക, ഡിഫീറ്റ് ചെയ്യുക. ഓക്കെ.
ഇൻ ലൈഫ് ലേണിംഗ് ലെസൺസ് ഫ്രം ഹിസ് ഓൺ മദേഴ്സ് ലൈഫ് ആൻഡ് മേക്കിംഗ് ഹർ എ മോഡൽ. എന്നിട്ട് സ്വന്തം അമ്മയെ മോഡലാക്കുക എന്നൊക്കെയാണ്. സ്വന്തം അമ്മയുടെ ജീവിതത്തിൽ നിന്നാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അമ്മയുടെ സ്ട്രഗിൾസ് പറയുന്നു, മകനെ അഡ്വൈസ് ചെയ്യുന്നു, ലാസ്റ്റിലേക്ക് മകന് പ്രോത്സാഹനം കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിലുള്ള പോയറ്റിക് ഡിവൈസസ് ആണ്. നമ്മൾ ഡ്രമാറ്റിക് മോണോലോഗ് ആണ് നമ്മൾ പറഞ്ഞു. ഡയലോഗ് അല്ല, മോണോലോഗ് ആണ്. അമ്മയാണ് സംസാരിക്കുന്നത്. ഫ്രീ വേഴ്സ് സ്റ്റൈലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതായത് ഇവിടെ എന്തില്ല, മെട്രിക് പാറ്റേൺ ഇല്ല, റൈം സ്കീം ഇല്ല, സ്റ്റാൻസ സിസ്റ്റം ഇല്ല. ഇനി ഇവിടുത്തെ ടോൺ ഓഫ് ദ പോയം എന്ന് പറയുന്നത് ഡിഡാക്റ്റിക് ആണ്. എന്താണെന്നറിയാലോ, അതായത് ഉപദേശം തരിക, എൻകറേജിങ് ആണ്, ഹോപ്പ്ഫുൾ ആണ്, പ്രതീക്ഷ തരുന്നതാണ്. പോയറ്റ് എക്സലന്റ്ലി എക്സ്പ്ലോയിറ്റ്സ് ഓൾ ദ പോസിബിലിറ്റീസ് ഓഫ് വിഷ്വൽ ഇമേജസ്. ഇവിടെ എന്തൊക്കെ വിഷ്വൽ ഇമേജ് ഉണ്ട്? ക്രിസ്റ്റൽ സ്റ്റെയർ, ടാക്സ്, splinters and torn up boards to create comparison between a comfortable life and a miserable life. എന്തിനാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്? ഒരു കംഫർട്ടബിൾ ലൈഫും ഒരു മിസറബിൾ ലൈഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തൊക്കെ യൂസ് ചെയ്തത്? ടാക്സും സ്പ്ലിൻറ്റേഴ്സും ക്രിസ്റ്റൽ സ്റ്റെയറും ഒക്കെ യൂസ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി ലാംഗ്വേജ് പറയുകയാണെങ്കിൽ, യൂസ് ഓഫ് ആഫ്രോ അമേരിക്കൻ ഡയലക്ട് ലാംഗ്വേജസ് അഡിക്വേറ്റ് എനഫ് ടു പോർട്രേറ്റ് ആൻഡ് ഇലിറ്ററേറ്റ് പുവർ വുമൺ ഇൻ റീഡേഴ്സ് ഇമാജിനേഷൻ. ഇവിടെ നിങ്ങൾ ഇവിടുത്തെ ലൈൻസ് നോക്കുന്ന സമയത്ത് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് ഇത് എഴുതിയത്. ഇതിലൂടെ മനസ്സിലാക്കണം എത്ര പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത അമ്മയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇമാജിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ പോയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി the mother's life is compared to a crystal stair and extends the comparison. ഈ ഒരു കമ്പാരിസൺ, ക്രിസ്റ്റൽ സ്റ്റെയറുമായിട്ടുള്ള കമ്പാരിസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് എക്സ്റ്റെൻഡഡ് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. അലിട്രേഷൻ നിങ്ങൾക്ക് കാണാം. ഡോണ്ട് യൂസ് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സിൽ സ് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അതേപോലെ അസണൻസ്, സോ ബോയ് ഡോൺ യു ടേൺ ബാക്ക്, ഓ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അതേപോലെ അനഫോറ നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇനി ലാസ്റ്റിലേക്കായിട്ട് എന്താണ്? ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് has succeeded in every sense in portraying the miserable lives of Afro-American community through this poem Mother to Son. ഈ പോയത്തിലൂടെ ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ ദുരിതങ്ങൾ പോർട്രേ ചെയ്ത് കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഇല്ലേടാ, വിജയിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ 3 പോയംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി നിങ്ങൾക്ക് 2 പോയംസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ 3 പോയംസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? പ്ലീസ് ടെൽ മീ, ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്? ഈ 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഒരാള് പൊന്തി മെല്ലെ വരുന്നുണ്ട്. ഈ 3 പോയംസ് ഓക്കെ ആണെങ്കിൽ ആ താഴേന്ന് വരുന്ന ആളെ ഇങ്ങോട്ട് വിടാമായിരുന്നു. തരില്ല, പോവില്ല ഞാൻ. യെസ് എന്ന് പറയുന്നത്. ഓക്കെ, മിസ് ഏത് പോയാ പഠിപ്പിക്കാൻ പോകുന്നത്? ബാക്കിയുള്ള 2 പോയതാ? പോയട്രിയും പിന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഏത് പോയ എക്സാമിൽ ചോദിക്കുക? അത് അദീബ മിസ് പറയും. ഏത് പോയാൻ ചോദിക്കണം മിസ്സിന്റെ ആഗ്രഹം? എൻ്റെ ആഗ്രഹം ബാലഡ് ചോദിക്കണം. പക്ഷെ എത്രയും പ്രാവശ്യം ചോദിച്ചോണ്ട് ഇപ്രാവശ്യം ചോദിക്കൂ, അല്ലെങ്കിൽ ലൈൻസ്. എൻ്റെ ആഗ്രഹം കേട്ടോ, എനിക്ക് അറിയുന്നതല്ല, എനിക്കറിയില്ല. അയ്യോ, ഗവൺമെന്റ് ആരെങ്കിലും കേൾക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. ഞാനിതായിട്ടൊരു ബന്ധമില്ല. ഓക്കെ, പിന്നെ ശ്രീലക്ഷ്മി മിസ്സിന് വലിയൊരു സങ്കടം ഉണ്ട്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക, സങ്കടപ്പെട്ടിട്ട് എന്തോ ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആക്സെന്റ് ആണോ ഡയലക്ട്? ആക്സെന്റ് അല്ല, ഡയലക്ട്. ആക്സെന്റ് ഇസ് ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബ്രിട്ടീഷ്, എനിക്ക് കിട്ടൂല എന്നാലും ഞാൻ പറയാം, ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം അവിടുത്തെ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ടങ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് എന്താ, ദാറ്റ് ഇസ് ആക്സെന്റ്. ആ ഒരു ബ്രേക്കപ്പ് ആയോ? പറഞ്ഞു നീ അറിയണ്ട. ഓക്കെ, ബ്രേക്കപ്പ് ആയിട്ടൊന്നുമില്ല, 50 വയസ്സായില്ലേ നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനെന്നാ പോ, നീ ഒന്നും പഠിക്കണ്ട പോയിട്രി. ആർക്കൊന്നും കല്യാണം ഡേറ്റ് ആയോ? തണുപ്പ് അടുത്ത് വരുന്നുണ്ട്. എനിക്ക് അത്ര പ്രായമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ആൾക്ക് എന്താ നിന്റെ പ്രശ്നം? ഞാനിതൊന്നും എടുത്തോട്ടെ. ഓക്കെ, പഠിച്ചോ. ബാക്കി നാളെ വരാം. ഓക്കെ, ബൈ.
ഓക്കെ, അപ്പൊ ഫോൺ എടുത്തോളൂ. ശരി, അപ്പൊ ഇനി നമുക്ക് ആകെ 2 പോയം കൂടെ ഉള്ളൂ, വിച്ച് ഇസ് പോയട്രി ആൻഡ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അതിൽ ഒന്ന് സോങ് ആണ്, ഒന്ന് പോയം ആണ്. നിങ്ങളുടെ ചാറ്റ് ലോഡ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഹലോ യെസ്. അപ്പൊ ഹായ് എവ്രി വൺ. പോയട്രി എന്ന് പറയുന്ന പോയമില് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അപ്രിസിയേഷൻ ആണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ലൈൻസ് റിട്ടണും ബാലഡും വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് ചോദിച്ചിട്ടുള്ളത്. ചില ഏരിയാസ് ഉണ്ട് നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ആദ്യ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. യെസ്. അപ്പോൾ ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു എബ്രപ്റ്റ് ബിഗിനിങ് ആണ്. എബ്രപ്റ്റ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള ഒരു ബിഗിനിങ് ആണ് ഈ ഒരു പോയമിനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അറിയില്ല നിവേദ, എനിക്ക് ആരെയും അറിയില്ല. ഓക്കെ, എങ്ങനെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്. അപ്പോൾ അതൊരു കൺജങ്ഷൻ വെച്ചിട്ടാണ്, അതൊരു എബ്രപ്റ്റ് ബിഗിനിങ് ആണ്. ഞാൻ മലയാളി തന്നെ. എബ്രപ്റ്റ് ബിഗിനിങ് ആണ്. ഓക്കെ, എബ്രപ്റ്റ് ബിഗിനിങ് ആണ്. എബ്രപ്റ്റ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് അല്ലേ, ഓൾ ഓഫ് എ സഡൻ തുടങ്ങുകയാണ് പോയം. ഓക്കെ, യെസ്. എനിക്ക് എല്ലാവരും ഓർമ്മയുണ്ട്. ട്രെൻഡ് ടീഷർട്സ്, യെസ് ഓർമ്മയുണ്ട്. നിന്നെ ഞാൻ ഈ ക്ലാസ്സിലല്ലല്ലോ കണ്ടത്. ഓക്കെ, അപ്പൊ പറയണ ആ ഏജിലാണ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. അപ്പോൾ എന്നെ അന്വേഷിച്ച് ആര് വന്നു? പോയട്രി വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ്. അപ്പൊ ഈ ഒരു സ്റ്റാൻസ, ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ പോയട്രി വരുന്നതിന്, ലൈക്ക് പോയട്രിയുടെ ആ ഒരു അറൈവലിന്റെ ആ ഒരു മൊമെന്റ് ആണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പറയണത്? ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി എന്നെ അന്വേഷിച്ചു വന്നു. അപ്പൊ പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്ന് പറയുമ്പം, ഓക്കെ നെയ്മർ ഉണ്ടാക്കി എഴുതിയാലും മതി. ഓക്കെ, പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്ന് പറയുമ്പോൾ ഏത് പോയറ്റിക് ഡിവൈസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഏത് പോയറ്റിക് ഡിവൈസ് ആയിരിക്കും നിവേദേ? ഇവിടെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ഇത് വെറുതെ ഓരോരുത്തർ പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറ. യെസ്, നിങ്ങൾ ആരും ഉത്തരം പറയുന്നില്ലേ? ഏത് പോയറ്റിക് ഡിവൈസ് ആണ്? പെർസോണിഫിക്കേഷൻ. പാർവണ, താങ്ക് യു. അപ്പൊ പെർസോണിഫിക്കേഷൻ ആണ്. ഓക്കെ, പെർസോണിഫിക്കേഷൻ ആണ്. യെസ്. I don't know where it came from winter or a river. അപ്പോൾ എന്താ പറയണത്? എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നത് അല്ലേ. അത് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, അവിടെ റെപ്പിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്ത് എന്താ പറയുന്നത്? എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നത്. വിന്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ വന്നത് എന്ന് എനിക്കറിയില്ല അല്ലേ. അപ്പോൾ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് റെപ്പിറ്റേഷൻ കാണാൻ പറ്റും. അത് വിന്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ? അഗൈൻ വിന്റർ ആൻഡ് റിവർ ഇവിടെ 2 ടൈപ്പ് ഓഫ് ഇമേജസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, വിന്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാഗ്നന്റ് ആണ്. സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും മൂവ് ചെയ്യാണ്ട് ആകെ ഒരു എന്താ പറയുക, ഒരു ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്ന പോലെ, മൂവ്മെന്റ് ഇല്ലാത്തതിനെ സിംബലൈസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് യെസ് കൺട്രാസ്റ്റിംഗ് ഇമേജ് ആണ്. വെരി ഗുഡ് ഐസ, വെരി ഗുഡ്. ഓക്കെ, സ്പൈ ബ്ലൂ ഹൈ. ഞാനില്ലേ ഇതൊന്ന് ഈ ഒരു സ്റ്റാൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഐ ഗെറ്റ് ബാക്ക് ടു ദ ചാറ്റ്. ഓക്കെ, അപ്പം വിന്റർ എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആണെങ്കിൽ റിവർ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലോയിങ് ആണ്, മൂവ്മെന്റ് കാണിക്കുന്ന ഒരു സംഭവമാണ്, ലൈഫിനെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്രം വിന്റർ ഓർ എ റിവർ എന്നുള്ളത് കൺട്രാസ്റ്റിംഗ് ഇമേജ് ആണ്. ഓക്കെ, കൺട്രാസ്റ്റിംഗ് ഇമേജ് ആണ്. I don't know how or when. No, they were not voices, they were not words nor silence. അപ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. They were not voices. അത് ശബ്ദങ്ങളല്ലായിരുന്നു, വേർഡ്സ് അല്ലായിരുന്നു, സൈലൻസ് അല്ലായിരുന്നു അല്ലേ. അതായത് സൈലൻസും അല്ല, വേർഡ്സും അല്ല, വോയിസസും അല്ല. അങ്ങനെ എന്തെന്നുള്ള ഒരു ബോധമില്ലാത്ത പോലത്തെ ഒരു സാധനം ആയിട്ടാണ് പോയിട്രി വന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാ ഓപ്ഷനെയും കട്ട് ചെയ്തുകൊണ്ടാണ് പോയിട്രി വന്നത്. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമൻഡ്. പക്ഷെ അദ്ദേഹം പറയാണ്, ഒരു തെരുവിൽ നിന്ന് പോയിട്രി എന്ത് ചെയ്തു? എന്നെ വിളിപ്പിച്ചു. സമൻഡ് എന്ന് പറഞ്ഞാൽ വിളിപ്പിച്ചു എന്നാണ്. ആൻഡ് ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമൻഡ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ്. അപ്പോൾ പറയാണ് ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. അപ്പം ഏതോ ഒരു സ്ട്രീറ്റിൽ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് പോയിട്രി എന്നെ വിളിപ്പിച്ചു. ആൻഡ്
ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, രാത്രിയുടെ ചില്ലകളിൽ എന്നാണ് പറയുന്നത്. ബ്രാഞ്ചസ് ഓഫ് നൈറ്റിൽ എഗൻ ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. യെസ് ആദി, അത് നമുക്ക് പറയാം കേട്ടോ, ഫ്രീ വേഴ്സിലാണെന്നുള്ളത്. യെസ്, ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ ഏത് പോയറ്റിക്? യെസ്, വെരി ഗുഡ് ഐസ, വെരി ഗുഡ്. എന്താണ്? മെറ്റഫർ ആണ്. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. യെസ്, എബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ്. അപ്പൊ രാത്രിയുടെ ചില്ലകളിൽ എവിടുന്നോ അല്ലെ, ഏതോ ഒരു നൈറ്റിൽ അല്ലെ, ഏതോ ഒരു റാൻഡം നൈറ്റിൽ പോയട്രി എന്നെ വിളിപ്പിച്ചു. എബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് അല്ലെ. ഓൾ ഓഫ് എ സഡൻ, നമ്മൾ എബ്രപ്റ്റ് എന്നുള്ള വേർഡ് മുന്നേ പറഞ്ഞു അല്ലെ. ഓൾ ഓഫ് എ സഡൻ എന്നെ പോയട്രി വിളിപ്പിച്ചു. എമംഗ് വയലന്റ് ഫയേഴ്സ്. അപ്പം നമ്മുടെ പാബ്ലോ നെരുദയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ലൈഫ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ എമംഗ് വയലന്റ് ഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, വളരെ പൊളിറ്റിക്കലി അൺറെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത്, ഓക്കെ, വളരെ പൊളിറ്റിക്കൽ അൺറെസ്റ്റ് നടക്കുന്ന ഒരു സമയത്തായിരിക്കാം. അല്ലെങ്കിൽ ഓർ റിട്ടേണിങ് അലോൺ, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം. അപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് വയലന്റ് ഫയേഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്. ദാറ്റ് ഇസ് പൊളിറ്റിക്കൽ അൺറെസ്റ്റ്. അൺറെസ്റ്റ് ആയിട്ട് പൊളിറ്റിക്കലി ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു യെസ്, ചായ ഇല്ലാത്തവള ഹായ് ഹായ് യെസ് 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 ഹായ് ഹായ് ഹായ്. ഇപ്പം നമുക്കറിയാമല്ലേ, ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ, ഒരു മേജർ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്കലി അത് വേണ്ട, ഇഷ്യൂ പോട്ടെ, സാരല്ല. പൊളിറ്റിക്കൽ അൺറെസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം, ഓക്കെ. ഓർ റിട്ടേണിങ് അലോൺ, ദർ ഐ വാസ് വിത്തൗട്ട് എ ഫേസ് ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. അപ്പോൾ എന്താ പറയുന്നത്, ഒന്നുകിൽ അങ്ങനെ ഒരു സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു സമയത്ത്. There I was without a face. Now what is meant by without a face? എടാ ബാക്കി ഗ്രാമർ അദീബ മാം ഡീൽ ചെയ്യൂ കേട്ടോ. യെസ് യെസ്. ആൻഡ് ഐ വാസ് വിത്തൗട്ട് എ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വാസ് വിത്തൗട്ട് ഐഡൻറ്റിറ്റി, മറന്നു പോയത്. ഐ വാസ് വിത്തൗട്ട് ഐഡൻറ്റിറ്റി ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. ഇറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പോയട്രി ആണ്. ആൻഡ് ടച്ച്ഡ് മീ എന്നുള്ളത് പെർസോണിഫിക്കേഷൻ ആണ്. ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, വെരി ഗുഡ് പാർവണ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആദിഷ്. യെസ് യെസ്, ഇല്ല ഇൻസ്റ്റാ ഗെയിമർ അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിമിന്റെ ഫസ്റ്റ് സ്റ്റാൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോയിട്രി വരുന്നുണ്ട്. ഇദ്ദേഹമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ എത്തിയിട്ടില്ല. പോയിട്രി വരുന്നതിന്റെ മുന്നത്തെ ആ ഒരു പീരീഡിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, ഓക്കെ. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു മേജർ ഇമേജ് എന്ന് പറയുന്നത് കൺട്രാസ്റ്റിംഗ് ഇമേജ് ആണ്. പെർസോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് പോയിട്രി അറൈവ്ഡിലും ഇറ്റ് ടച്ച്ഡ് മീലും. വിത്തൗട്ട് ഫേസ് എന്നുള്ളത് ലാക്ക് ഓഫ് ഐഡന്റിറ്റി ആണ്. ആൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങാനും അപ്രിസിയേഷൻ ചോദിച്ചാൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം, അബ്രപ്റ്റ് ബിഗിനിങ് ആണ്, ഓക്കെ. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് മെറ്റഫറിന്റെ എക്സാമ്പിൾ ആണ്. യെസ്. I did not know what to say. My mouth had no way with names. My eyes were blind and something started in my soul. അപ്പോൾ പറയണം, എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലെ. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. അതായത് ഇദ്ദേഹം വളരെ ഇഗ്നറൻ്റ് ആയിട്ട്, ഇദ്ദേഹത്തിന് ഒന്നിനും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് പോയിട്രി സംഭവിക്കുന്നത്, ഓക്കെ. പോയിട്രി ഹാപ്പൻഡ് അറ്റ് എ ഫേസ് വെർ ഹി വാസ് ഇഗ്നറൻ്റ്, ഓക്കെ. മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. അപ്പം മൈ ഐസ് വർ ബ്ലൈൻഡ്, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഷാഡോ കാണുകയാണ്, ബ്ലൈൻഡ്നെസ് കാണുകയാണ്, ഡാർക്ക്നെസ് കാണുകയാണെങ്കിൽ ഈ പോയിട്രിയിൽ അത് സ്റ്റാൻഡ്സ് ഫോർ ഇഗ്നറൻസ്. ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, ഓക്കെ. അപ്പം മൈ ഐസ് വർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ഒരു സമയത്ത്, ഓക്കെ. മൈൻഡ് ഓപ്പൺ അല്ലാതിരുന്ന ഒരു സമയത്താണ് ആര് വന്നത്? പോയിട്രി വന്നത്, ഓക്കെ. എടാ വെള്ളം കുടിക്കാൻ ചെറിയൊരു വീസിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, ഓക്കെ. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. അപ്പം എന്താ പറയുന്നത്? എന്തോ ഒന്ന് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്സ് വന്നു അല്ലേ. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, ഹി ഫെൽറ്റ് സംതിങ്, ഓക്കെ, വിച്ച് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ, ഒബ്വിയസ്ലി.
അലിട്രേഷൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് പറയാത്തത് കേട്ടോ. അപ്പോൾ സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഹി ഫെൽറ്റ് സംതിങ് ഇൻസൈഡ് ഹിം. പോയിട്രിയുടെ അറൈവലിന് ശേഷം, ആഫ്റ്റർ പോയിട്രി ടച്ച്ഡ് ഹിം, ഹി ഫെൽറ്റ് സംതിങ് ഇൻസൈഡ് ഹിം. ഓക്കെ, ഫീവർ ഓർ ഫൊർഗോട്ടൺ വിങ്സ്, ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഫീവർ ആണോ ഫൊർഗോട്ടൺ വിങ്സ് ആണോ എന്നുള്ളത്. ഫീവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫീവർ ഇപ്പം നമുക്ക് തന്നെ പനിച്ചാൽ അറിയാം അല്ലേ, നമ്മളെ എന്തോ ഒന്ന് ലൈക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫീവറിന് ഇവിടെ 2 എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഫീവർ ഒന്നുമെങ്കിൽ പാഷൻ ദാറ്റ് ടോർമെൻറ്റ്സ്. ഓക്കെ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പോലത്തെ ഭയങ്കരമായ ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് ആവാം ഫീവർ. അല്ലെങ്കിൽ ഒരു ബേണിംഗ് ഡിസയർ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അതിന്. ഓക്കെ, അപ്പോൾ ഫീവർ ഓർ ഡിസയർ ഇതൊന്ന് നോക്കി വെക്കണേ. ഞാൻ വേണം ഫീവർ, പാഷൻ ദാറ്റ് ടോർമെന്റ്സ് ഓർ എ ബർണിംഗ് ഡിസയർ. ഫൊർഗോട്ടൺ വിങ്സ്, ഫൊർഗോട്ടൺ വിങ്സ് ഒന്നുകിൽ നിങ്ങളുടെ ഫാൻറ്റസി ഓർ ഇമാജിനേഷൻ ആവാം, അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള വേറൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇമോഷൻസ് ആവാം, നിങ്ങൾ മറന്നു പോയിട്ടുള്ള കുറച്ച് ഫീലിങ്സ് ആവാം. ഓക്കെ, ഫൊർഗോട്ടൺ ഫീലിങ്സ് ആവാം. ഓക്കെ, മനുവേട്ടനോട് പറയാം കേട്ടോ, ഇൻസ്റ്റാഗ്രാമറെ പറഞ്ഞോളാം. ഓക്കെ, ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ ഡെസിഫറിങ് ദാറ്റ് ഫയർ. അപ്പോൾ പറയണ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു ഉണ്ടായ ഒരു ഫീലിങ്സ് ഇല്ലേ, എന്താന്ന് മനസ്സിലാവാത്ത ആ ഒരു ബേണിംഗ് പാഷൻ അദ്ദേഹത്തിൻ്റെ അകത്ത്, അത് അദ്ദേഹം തന്നെ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. അത് അദ്ദേഹം തന്നെ he started making sense out of it. Okay, അപ്പോൾ deciphering that fire stands for decoding that fire. Okay, yes, decoding that fire. And I wrote the first faint line, faint, without substance, pure nonsense, pure wisdom of someone who knows nothing. അപ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലൈൻസ് എഴുതി അല്ലേ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ക്ലിയർ ഇല്ല, മങ്ങിയ ലൈൻസ് ആണ്. ഓക്കെ, യെസ്, അപ്പോൾ ഹി റോട്ട് ഹിസ് ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ. ഫെയിൻറ്റ്, അത് ഫെയിൻറ്റ് ആണ്, വിത്തൗട്ട് സബ്സ്റ്റൻസ്, അതിലൊരു കാമ്പൂല്ല അല്ലെ, ഇങ്ങനെ ചുമ്മാ ടീച്ചർ സിംഗിൾ ആണോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു കാര്യമില്ലാണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ, ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത ഒരു ലൈനായിരുന്നു ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ. പ്യോർ നോൺസെൻസ്, മണ്ടത്തരമാണ്. പ്യോർ വിസ്ഡം ഓഫ് someone who knows nothing, ഒന്നും അറിയാത്ത ഒരാളുടെ വിസ്ഡമാണ് എന്ന് വെച്ചാൽ നോൺസെൻസ് തന്നെയാണ്. ഓഫ് someone who knows nothing. And suddenly I saw the heavens. And പെട്ടെന്ന് the imagination opens up a world. Okay, ആ ഒരു മൊമെന്റിൽ അല്ലെ, ഒന്നും അറിയില്ല, ആ ഒരു ലൈൻ എഴുതി, ഒരു കാര്യമില്ല, ആ ലൈനിൽ ഫുൾ മണ്ടത്തരാണ്, ഫുൾ നോൺസെൻസ് ആണ്, പക്ഷെ പെട്ടെന്ന് മൈൻഡ് ഓപ്പൺ ആവുകയാണ്. ഓക്കെ, എന്താ, ദ ഹെവൻസ് അൺഫാസൻഡ് ആൻഡ് ഓപ്പൺ. ഹെവൻസ് അൺഫാസൻഡ് ആൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ, അൺഫാസൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ കുറ്റി തുറക്കില്ലേ, ദാറ്റ് ഇസ് അൺഫാസനിങ്. ഓക്കെ, അൺഫാസൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലോക്ക് എന്നാണ്. ആൻഡ് ഓപ്പൺ പ്ലാനറ്റ്സ്. ആൻഡ് എന്തൊക്കെയാണ് ഈ ലോകം മുഴുവൻ കാണുന്നുണ്ടല്ലേ അദ്ദേഹം, പ്ലാനറ്റ്സ് കാണുന്നുണ്ട്. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, പാൽപിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ത്രോബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് എന്ന് ഉദ്ദേശിച്ചത് ഇത് ലൈവ് വെജിറ്റേഷൻ ചുറ്റുള്ള, അതായത് ഹി ഈസ് ഗെറ്റിംഗ് ടു നോ ദ യൂണിവേഴ്സ് ബെറ്റർ. യൂണിവേഴ്സിനെ പറ്റിയിട്ട് ഒരു ബെറ്റർ ഒരു അവയർനെസ് ഉണ്ടാവുകയാണ്. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്, അലിട്രേഷൻ്റെ എക്സാമ്പിളാണ്. ഷാഡോ പെർഫറേറ്റഡ് റിട്ടൽഡ് വിത്ത് ആരോസ്. അപ്പോൾ എന്താ, ഷാഡോ ഞാൻ അഗൈൻ പറഞ്ഞു അല്ലേ, ഇഗ്നറൻസ് ആണ്. അപ്പോൾ ആ ഒരു അറിവില്ലായ്മയിലേക്ക് എന്ത് വരെയാണ്, പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ തൊലയിടുക എന്ന് പറയില്ല, ഇങ്ങനെ ഓട്ട ഇടില്ലേ. അപ്പോൾ അങ്ങനെ ഷാഡോസിൻ്റെ അകത്തേക്ക് വെളിച്ചം ഇങ്ങനെ അടിച്ചു കയറാണ്, റിഡൽഡ് വിത്ത് ആരോസ് അല്ലേ. അപ്പോൾ ഓരോരോ തോട്ട്സ് ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ള മൈൻഡിലേക്ക് വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്, അറിവ് വരികയാണ്. ഓക്കെ, ഇതൊരു ഇംഗ്ലീഷ് ഗ്രാമാറ്റിക് ഒക്കെ ഉള്ളൊരു മൂവി. നിവേദ, ഇപ്പം നീ മൂവി കാണാൻ പോവാണോ? നിന്നെ ഹെൽപ്പ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ. റിഡൽഡ് വിത്ത് ആരോസ്, ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, ദ വൈൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്. അപ്പോൾ എന്താ പറയുന്നത്, ഫയർ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം, പാഷനായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഡിസയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, ദ വൈൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്, എല്ലാം ഓപ്പൺ ആവാണ്. ഇത് അദ്ദേഹം ലിസ്റ്റ് ഇട്ട് പറയാം. നിങ്ങൾ നോക്കിയേ, പ്ലാനറ്റ്സ്, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, ഷാഡോസ്, പെർഫറേറ്റഡ്, റിട്ടൽഡ് വിത്ത് ആരോസ്, ഫയർ ആൻഡ് ഫ്ലവർ. സോ ദ ഹോൾ യൂണിവേഴ്സ് ഓഫ് ഇമാജിനേഷൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുറന്നു വരികയാണ്. ഓക്കെ,
നിവേദ അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മെന്റലിസ്റ്റാണ്, പക്ഷെ അത് പക്ക അമേരിക്കൻ സാധനമാണ്. അപ്പം അതിനെക്കൊണ്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. യെസ്, ഇവിടെ പോയി. ആൻഡ് ഐ ഇൻഫിനൈറ്റ്സിമൽ ബീങ് അല്ലേ. അപ്പോൾ പറയാം ഞാനൊന്നുമല്ല, ഞാൻ തുച്ഛനായൊരു മനുഷ്യനാണ് അല്ലേ. ലൈക്ക് ഞാൻ ഐ എം നോട്ട് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ. അപ്പോൾ അദ്ദേഹം പറയണം ഐ ഇൻഫിനൈറ്റ്സിമൽ ബീങ്. ഓക്കെ, ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. ഞാനാണെങ്കിലോ ഹീസ് ഇൻ എ ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റ് നൗ. ഓക്കെ, ഒരു ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്, ആ ഒരു ഇമാജിനേഷൻ അടിച്ച് കയറിയിട്ട്. ഓക്കെ, ഹി ഈസ് സേയിങ് ദാറ്റ് ഐ എം ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. ഈ ഒരു സ്കൈ സ്റ്റാറി വോയിഡ് ഇസ് ആക്ച്വലി സ്കൈ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് ഡ്രങ്ക് വിത്ത് ഇറ്റ്, ഹീ ഈസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ്, അതിൻ്റെ അകത്ത് തന്നെയാണ് ആളുള്ളത്. ഓക്കെ, ലൈക്ക്നെസ്, ഇമേജ് ഓഫ് മിസ്റ്ററി, ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദി അബിസ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളിങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ നിങ്ങൾ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിനൊരു ബിഗിനിങ് ഇല്ല, ഒരു എൻഡ് ഇല്ല. ഓക്കെ, ഒരു ബ്ലാങ്ക് സ്പേസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ അതിന് അസോസിയേറ്റ് ചെയ്തോ. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ ഹീ സിംപ്ലി ഫ്ലോട്ടിങ്. അപ്പോൾ ആബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടംലെസ് സ്പേസ് ആണ്. ഓക്കെ, ബോട്ടംലെസ് മാത്രമല്ല ടോപ്ലെസ്സും ആണ്. ഓക്കെ, ഒരു എൻഡ് ഇല്ലാത്ത ഒരു അൺഎൻഡിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, I wheeled with stars, my heart broke loose on the wind. അപ്പോൾ അദ്ദേഹം പറയാണ് and he travelled. I wheeled with stars കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? I travelled with stars and my heart broke loose on the wind. And എൻ്റെ heart it is moving അല്ല, അത് ചുമ്മാ കാറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ അടിപ്പാടി നടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ന്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇഫ് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഓഫ്ലൈൻ പഠിച്ച ആൾക്കാർക്ക് അറിയാം, ഐ ഡോണ്ട് സപ്പോർട്ട് വയലൻസ്. ഐ ഡോണ്ട് സീ വയലൻറ്റ് മൂവീസ്. ഐ ഡോണ്ട് സപ്പോർട്ട് വയലൻസ്. ഐ ഡോണ്ട് സപ്പോർട്ട് എനി കൈൻഡ് ഓഫ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് ആൻഡ് ഓൾ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരാളൊരു കാര്യം മെൻഷൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇറ്റ് ഈസ് സാഡ് ടു സീ ദാറ്റ്. ഇപ്പം നിങ്ങൾ ഇപ്പം ആപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം അല്ലേ, നമ്മളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ ഏജിലുള്ള കുട്ടികളോടും നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. സോ വി ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് ഫ്രം യു ഗൈസ്, ബട്ട് ദെൻ ഇറ്റ് ഹാപ്പൻഡ്. ഓക്കെ, അപ്പം ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ്. വേറെ ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരാളല്ല ഞാൻ. സോ ഐ വോണ്ട് ബി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഈ ഒരു മൊമെൻറ്റിൽ, ബിക്കോസ് യുനോ. അപ്പോൾ ഇതിൻ്റെ അപ്രിസിയേഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? പോയിട്രി ആണെന്ന് എഴുതണം. ചിലിയൻ പോയിറ്റ് പാബ്ലോ നെരുദയുടെ വർക്ക് ആണെന്ന് എഴുതണം. ചിലിയൻ പോയിറ്റ് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? നൊബേൽ പ്രൈസ് ലോറിയേറ്റ് എഴുതാം. ഓക്കെ, യെസ്. The poem is in free verse and devoid of rhyme scheme, metric structure and end rhymes. അപ്പം നിങ്ങൾ നേരത്തെ നമ്മുടെ ഇപ്പോൾ ആദിഷും പിന്നെ ഒരാളൂടെ പറഞ്ഞല്ലോ ഫ്രീ വേഴ്സ് ആണെന്ന്. യെസ്, ഫ്രീ വേഴ്സ് ആണ്. ഓക്കെ, ഫ്രീ വേഴ്സ് ആണ്, അതിൽ റൈം സ്കീം ഇല്ല, മെട്രിക് സ്ട്രക്ചർ ഇല്ല ആൻഡ് എൻഡ് റൈംസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫ്രീ വേഴ്സ് ആണെന്ന് പറയാം. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു സ്ട്രക്ചർ ഒന്നും കാണാനില്ല. പോയും ചില സ്റ്റാൻഡ്സ് നിറയെ ലൈൻസ് ഉണ്ട്, ചിലതിന് കുറച്ചേ ഉള്ളൂ, ചിലത് കുറേ നീളത്തിലുണ്ട്, ചിലത് ചെറുതാണ്. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഇല്ല, അതുകൊണ്ട് അത് ഫ്രീ വേഴ്സ് ആണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പോയറ്റിക് ഇമാജിനേഷൻ്റെ അറൈവലാണ്. ഈ ഒരു ഇൻട്രോ നിങ്ങൾ എല്ലാത്തിൻ്റെയും പഠിച്ചു വയ്ക്കുക. ഇൻട്രോ എല്ലാത്തിലും നിങ്ങൾ സെയിം ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. എല്ലാ പോയിൻ്റെയും ഇൻട്രോയിൽ എന്തൊക്കെ വേണം? പോയിൻ്റെ പേര്, പോയിറ്റിൻ്റെ പേര്, പോയിറ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലിയൻ പോയിറ്റോ അല്ലെങ്കിൽ നൊബൽ ലോറിയേറ്റോ പോയിറ്റ് ഓഫ് നേച്ചറോ, അപ്പോൾ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അങ്ങനെ ഒരു വേർഡ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഗോ വിത്ത് സ്ട്രക്ചർ. ഇത്ര ലൈൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്ര സ്റ്റാൻസേഴ്സ് ഉള്ള പോയം ആണെന്ന് പറയാം. പിന്നെ ഗോ വിത്ത് തീം. ഇത് നാലും നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിർബന്ധമായിട്ടും ഇടാം. ഒരു 3 to 4 ലൈൻസ്, 4 ലൈൻസ്, അത്ര 4 ലൈൻസ് ആസ് ഇൻ 4 സെൻറ്റൻസസ് മതി നിങ്ങളുടെ ഇൻട്രോ. ഓക്കെ, യെസ്. മിസ്സിൻ്റെ നെയിം ശ്രീലക്ഷ്മി എന്നാണ്. ഓക്കെ, യെസ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ട്രൈ ടു സമ്മറൈസ്. ഏത് സ്റ്റാൻസ് ആണോ തന്നിട്ടുള്ളത് അത് സമ്മറൈസ് ചെയ്യാൻ നോക്കാം. ആഫ്റ്റർ ദാറ്റ് ടോക്ക് അബൌട്ട് ദ പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ പോയിട്രി എന്നുള്ള പോയം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കുറച്ച് പോയറ്റിക് ഡിവൈസസ് വരണം.
ഓക്കെ, അതിൽ എന്തൊക്കെ ഉണ്ടാവണം? അതിൽ കൺട്രാസ്റ്റിംഗ് ഇമേജ് ഫസ്റ്റ് ഉണ്ടാവണം, റെപ്പറ്റീഷൻ ഉണ്ടാവണം, അലിട്രേഷൻ ഉണ്ടാവണം, ഇമേജസ് ഉണ്ടാവണം. ഓക്കെ, മെറ്റഫർ. ഈ 5 പോയിറ്റിക് ഡിവൈസസ് ഉണ്ടാവണം. അതിൽ ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റാൻസ ആണെങ്കിൽ ഈ മെറ്റഫറും ഇല്ല, അതിൽ കൺട്രാസ്റ്റിംഗ് ഇമേജ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ആ നോൺസെൻസിന്റെ പാർട്ട് പിന്നെ ഒന്നും ഇല്ലാത്തപ്പോൾ ആൾക്കാർ കൺട്രാസ്റ്റിംഗ് ഇമേജ് എന്ന് എഴുതുന്നു എന്നുള്ളൂ. ആക്ച്വലി അത് കൺട്രാസ്റ്റിംഗ് ഇമേജ് അല്ല. ഓക്കെ, യെസ് ജോയിലെ, അതിന് പകരം നീ പഠിക്കാൻ ലൈവ് കാണുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഉപകാരപ്പെടില്ലേ? Then comes the poem Blowing in the Wind. It is not actually a poem, ഇതൊരു സോങ് ആണ്. Blowing in the Wind എന്നുള്ളത് ബോബ് ഡിലന്റെ വർക്ക് ആണ്. ആൻഡ് ഇത് ഒരു സോങ് ഓഫ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു ആൻറ്റി വാർ പോയിംസിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രീ വേഴ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബ്ലാങ്ക് വേഴ്സും ഫ്രീ വേഴ്സും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കുറച്ച് ബ്ലാങ്ക് വേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഫ്രീ വേഴ്സേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്നാൽ തന്നെ നിങ്ങൾക്ക് മെട്രിക് സ്ട്രക്ചേഴ്സ് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ആകെ സ്റ്റാൻസയ്ക്ക് സ്ട്രക്ചർ ഉണ്ടോ, അതേപോലെ എൻഡ് റൈമും റൈം സ്കീമും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബ്ലാങ്ക് വേഴ്സിന് കുറേ പോയിന്റ്സും അത് വെച്ച് അനലൈസ് ചെയ്യേണ്ട സാധനമാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ കൺഫ്യൂഷനിലാക്കണ്ട കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്രീ വേഴ്സ് ഇടാം. ഓക്കെ, യെസ്. അപ്പോൾ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആണെന്നുള്ള മൈൻഡിൽ വെക്കുക. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഇൻ കേസ് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് മെൻറ്റ് ബൈ റോഡ്സ്, എത്ര ദൂരം, എത്ര എക്സ്പീരിയൻസ് ഒരു മനുഷ്യന് ഉണ്ടാവണം. അപ്പോൾ ഈ പോയം ചോദിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ചോദിക്കുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? എത്ര എക്സ്പീരിയൻസ് ഒരു മനുഷ്യന് ഉണ്ടാവണം. നിങ്ങൾ ഫൈനലി അയാളെ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ, അപ്പോൾ ബിഫോർ യു കോൾ ഹിം എ മാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദ മാൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, എത്ര എക്സ്പീരിയൻസിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോയാലേ നിങ്ങൾക്ക് അയാൾ ഒരു മനുഷ്യനാണ് എന്ന് തോന്നുള്ളൂ. ഇനി നിങ്ങൾ നോക്കാം, ഇതിൻ്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ഇതിൻ്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടില്ല അല്ലേ? അതെന്തുകൊണ്ടാ? ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ്. യെസ്, വെരി ഗുഡ് പാർവണ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? സ്പൈ ബ്ലൂ, എന്ത് മനസ്സിലായില്ലടാ? ഒന്നുകൂടെ പറയണോ? എടാ ഞാൻ പറഞ്ഞല്ലോ ജോയലെ, ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ ബാലഡ് ആദ്യം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ലൈൻസ് പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോയിട്രി പഠിച്ചാൽ മതി. ടീച്ചർക്ക് ഹസ്ബൻഡ് ഇല്ല നെയിം പറയാൻ. ഓക്കെ, റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇതൊരു റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിന്റെ ആൻസർ അവർ എന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു ആൻസർ. റെട്രിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോയിന്റ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കാര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പോയിന്റിന്. യെസ്, അപ്പോൾ ഈ ഒരു പോയമിൽ നിങ്ങൾക്ക് ടോട്ടൽ 3+3+3 ഒരു 9 റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, യെസ്. How many seas must a white dove sail before she sleeps in the sand? അപ്പോൾ പിന്നെ പറയാണ് എത്ര കടൽ ഒരു വൈറ്റ് ഡവ് അല്ലേ? വൈറ്റ് ഡവ് സിംബലൈസസ് സംതിങ്. എന്തിന്റെ സിമ്പിളാണ് വൈറ്റ് ഡവ് എന്ന് പറയുന്നത്? ഈ വെള്ളരിപ്രാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാട്ട് ഇസ് വൈറ്റ് ഡവ് സ്റ്റാൻഡ് ഫോർ? വൈറ്റ് ഡവ് പീസ് ആണല്ലേ? പീസ് ആണ്. അപ്പം എന്താ പറയണത്, എത്ര ദൂരം ഈ ഒരു പീസിന്റെ സിമ്പിൾ ട്രാവൽ ചെയ്യണം ഫൈനലി എന്താവാൻ, അതിനൊരു റെസ്റ്റ് കിട്ടാൻ അല്ലേ? ഫൈനലി ആൾക്കാർക്ക് എല്ലാവർക്കും വേൾഡ് പീസിന്റെ ആ ഒരു മീനിങ് മനസ്സിലാവാൻ എത്ര ദൂരം ഇത് ട്രാവൽ ചെയ്യണം. യെസ്, ആദി, നിവേദ്, ആദിഷ്, ജോയൽ, വെരി ഗുഡ്. നിവേദ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ ക്യാനൻ ബോൾസ് ഫ്ലൈ? എത്ര വട്ടം ക്യാനൻ ബോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഡിവൈസ്, നിങ്ങളത് ടോം ആൻഡ് ജെറിയിൽ കണ്ടിട്ടുണ്ടോ? ഇതിന് ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, അയ്യോ, യെസ്. അപ്പോൾ ക്യാനൻ ബോൾസ് എത്ര നമ്മൾ അത് യൂസ് ചെയ്യണം, ഫൈനലി അത് ബാൻ ചെയ്യപ്പെടാൻ എത്ര നമ്മൾ വയലൻസ് ചെയ്യണം അല്ലേ? വയലൻസ് ഇവിടെ വാർ ഓർ വയലൻസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എത്ര കാലം ഈ വയലൻസ് ഉണ്ടാവും ഫൈനലി ഇത് ആൾക്കാർ ബാൻ ചെയ്യാൻ? ഓക്കെ, വാർ കൊണ്ട് നഷ്ടമേ ഉള്ളൂ എന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ എത്ര വയലൻസിലൂടെ നമ്മൾ കടന്നു പോകണം എന്നാണ് ചോദിച്ചത്.
ഓക്കെ. ആൻഡ് അതിനുശേഷം അദ്ദേഹം തന്നെ കോറസിലെ റിഫ്രെയിൻ പാർട്ടിൽ എന്ത് പറയുന്നുണ്ട്? ദി ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദി ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആ ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞാൽ ആൻസർ ഇസ് ഒംനി പ്രസന്റ്. ഓക്കെ, ആൻസർ ഇവിടെ മൊത്തം ഉണ്ട്. ഇതിന്റെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ആ ഇഷ്യൂവിനെ പറ്റി എന്താ പറയാനുള്ളത്, അതിന്റെ ആൻസർ നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കറിയാം അതിന്റെ ആൻസർ എന്താ, എല്ലാവർക്കും അറിയാം അതിന്റെ ആൻസർ എന്താന്ന്. അതിന്റെ ആൻസർ അറിയാത്ത ഒരാൾ പോലും ഇല്ല. പക്ഷെ നമ്മളത് കാണാൻ ശ്രമിക്കുന്നില്ല അല്ലെ? വി ആർ ബ്ലൈൻഡ് ടു ഇറ്റ്. നമുക്ക് അതിന്റെ ആൻസർ ഒബ്വിയസ് ആണ്, നമുക്കറിയാം അത് എന്തൊക്കെ സ്റ്റേജസിലൂടെ പോകണം എന്നുള്ളത്, നമ്മളത് കാണാൻ പോകുന്നില്ല. സോ ആൻസർ ഇവിടെ ഒംനി പ്രസന്റ് ആണ് ആൻസർ, പക്ഷെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല. അതാണ് റിഫ്രെയിൻ്റെ മീനിങ്. ഓക്കെ, yes. And how many years can a mountain exist before it is washed to the sea? അപ്പോൾ ചോദിക്കുകയാണ് how many years can a mountain exist? ഇവിടെ മൗണ്ടൻ ഒരു പരിധി വരെ കാണിക്കുന്നത് ഒരു ഒപ്രസീവ് പവറിനെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ, ഇപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിൽ തന്നെ കുറേ കാലം നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒപ്രസീവ് പവറിന് കീഴെയായിരുന്നു. അല്ലെങ്കിൽ ബ്ലാക്സ് ആണ്, അവർ വൈറ്റ്സിൻ്റെ ഒപ്രസീവ് പവറിന് താഴെയായിരുന്നു. അപ്പോൾ ആ മനുഷ്യന്മാർക്ക് സ്ലേവ്സിന് ഒരിക്കലും ഒരു ഈക്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടില്ല. അവരെന്നും അവരെ ചൂഴ്ന്നിട്ടാണ് നമ്മളല്ല ലൈക്ക് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. സോ ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ്? ഇവിടെ മൗണ്ടൻ ഷോസ് എ വെരി പവർഫുൾ ഒപ്രസീവ് പവർ. ഓക്കെ, ദ മൗണ്ടൻ ഓഫ് ഈഗോ എന്ന് പറയാം. ഓക്കെ, ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ. അപ്പം എത്ര കാലം ഈ ഒരു മൗണ്ടനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? അത് ഫൈനലി ആൾക്കാരുടെ പ്രൊട്ടസ്റ്റിന് മുന്നിൽ ഒന്നും അല്ലാണ്ട് വെറും സാൻഡായി മാറാൻ. ഇതിൽ വേറൊരു ജോഗ്രഫിക്കൽ പ്രോസസ്സ് കൂടെ ഉണ്ട്, ഇപ്പം അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ലേ. ദ സാൻഡ് യു സീ അത് ആക്ച്വലി വാഷ്ഡ് ഓഫ് ആണ് പതിയെ വിത്ത് ടൈം. അപ്പോൾ എത്ര സമയം എടുക്കും ഈ ഒരു മൗണ്ടന് ഫൈനലി സീയിലെത്താൻ? ഇവിടെ സീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ പ്രൊട്ടസ്റ്റിലേക്ക് ചേരാൻ എന്നുള്ളതും കൂടെ ആവാം. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? അപ്പോൾ എത്ര കാലം ഒരാൾ ജീവിച്ച് തീർക്കണം അയാളെ ഫൈനലി നിങ്ങൾക്കൊന്ന് ഫ്രീഡം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ? അപ്പോൾ എത്ര കാലം നിങ്ങൾ ഒരു അഭിപ്രായം ഇല്ലാണ്ട് ഒരു കാര്യം കണ്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്ത് അങ്ങനെ അഭിനയിച്ച് ജീവിക്കും? ഓക്കെ, അഗൈൻ ഇത് റിപ്പീറ്റ് ചെയ്ത് കോറസിൽ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? റിഫ്രെയിൻ എന്ന് പറയും. ഓക്കെ, യെസ്. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ? അപ്പോൾ പറയണ എത്ര കാലം ഒരു മനുഷ്യൻ മുകളിലേക്ക് നോക്കിയിരിക്കണം അല്ലേ? എത്ര കാലം ഒരു മനുഷ്യൻ അയാൾ ഫ്രീഡം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം? ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ്? എത്ര കാലം അയാൾ ഫ്രീഡത്തിൻ്റെ ഹോപ്പിന് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കണം? ഇവിടെ സ്കൈ സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം. ഓക്കെ, ഫൈനലി ഫ്രീഡം. കുറച്ച് ആരെങ്കിലും റേഷൻ പോലെ തരുന്ന ഫ്രീഡം അല്ല, ഫൈനലി അയാൾക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ഫ്രീഡത്തോടെ അയാൾക്ക് നിൽക്കാൻ പറ്റും. Yes, and how many years must one man have before he can hear people cry? And എത്ര ചെവി ഒരാൾക്ക് വേണം ഫൈനലി ഇത്രയും ആൾക്കാർ കരയുന്നുണ്ട് എന്ന് ആ മനുഷ്യന് മനസ്സിലാവാൻ? ഇവിടെ ആ മാൻ സ്റ്റാൻഡ്സ് ഫോർ ആരാ? The cruel people അല്ലേ? ഇവിടെ ആ മാൻ സ്റ്റാൻഡ്സ് ഫോർ എവറി പേഴ്സൺ ഹൂ ഇസ് ഒപ്രസിങ്. ഓക്കെ, ഒപ്രസീവ് ആയിട്ടുള്ള അയാൾ, ആ ഒരു ഒപ്രസർക്ക് എത്ര ചെവി വേണം ഫൈനലി ഒരുപാട് ആൾക്കാർ കരയുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവാൻ? ഓക്കെ, ആൻഡ് പറഞ്ഞുതരാം കേട്ടോ ഡ്രീം ഗേൾ. യെസ്, ആൻഡ് യെസ്, ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ്? അപ്പോൾ എത്ര മരണങ്ങൾ സംഭവിക്കണം നിങ്ങൾക്ക് ഫൈനലി ഓക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചു, ഇനി നമുക്ക് ഇവരെ ഉപദ്രവിക്കണ്ട എന്ന് തോന്നാൻ എത്ര ആൾക്കാർ മരിക്കണം എന്നൂടെ ചോദിച്ചിട്ട് അദ്ദേഹം ആ ഒരു സോങ് അവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, ലൈക്ക് ദ കോറസിൻ്റെ ശേഷം ഒബ്വിയസ്ലി. എക്സാക്ട് മീനിങ് ഇല്ല മാം ഈ പോയം, നമ്മുടെ ഐഡിയ അനുസരിച്ച് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ. ചില സിമ്പിൾസ് ഉണ്ടാവും. ഇപ്പോൾ വേൾഡ് പീസ് ആണ് മറ്റേ ഡവ് എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂല. ഓക്കെ, ക്യാനൻ ബോൾസ് വാറാണ്, അത് രണ്ടും നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂല. ബാക്കി നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് എഴുതാം. ഓക്കെ, പക്ഷെ ഒരു ബന്ധമില്ലാത്ത ഐഡിയ ഒന്നും കൊണ്ട് പറയരുത്. ലൈക്ക് വായിക്കുന്ന ടീച്ചർക്ക് ഓക്കെ ദിസ് ക്യാൻ ബി കണക്റ്റഡ് എന്നുള്ളൊരു ഫീലിങ്സ് വേണം. ഓക്കെ,
മിസ് വെള്ളം കുടിക്കി കുറേ. എടാ ഞാനിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞാൻ ആകെ 2 പോയം പഠിപ്പിച്ചിട്ടുള്ളൂ, നിങ്ങൾ എന്നെ ഇങ്ങനെ ക്ഷീണിപ്പിക്കല്ലേ. യെസ്, അപ്പോൾ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അഗൈൻ സോങ് ആണെന്ന് എഴുതുക, ബ്യൂട്ടിഫുൾ പോയം എന്ന് എഴുതരുത്, ബ്യൂട്ടിഫുൾ സോങ് ആണെന്ന് എഴുതുക. പാടിയ ആളുടെ പേര് പറയാം, സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറയാം, ആൻഡ് ഇത് നിറയെ റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ആ ഓരോ യൂസ് ചെയ്തിട്ടുള്ള ആ ഓരോരോ ഇമേജസിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പോയറ്റിക് ഡിവൈസസ് ചോദിക്കുമ്പോൾ സിമ്പിൾസ് ഉണ്ടെന്ന് പറയാം, നമുക്ക് സിമ്പിൾസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, റെട്രിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓക്കെ, റിഫ്രെയിൻ ഉണ്ട്, ഇതൊക്കെ മെൻഷൻ ചെയ്യുക. സിമ്പിൾ ലാംഗ്വേജ് ആണെന്ന് പറയാം. തീം അറിയാലോ, ഇത് ആൻറ്റി വാർ ആണ്, സോ ഇറ്റ്സ് അബൌട്ട് വേൾഡ് പീസ്, ആ ഒരു തീമിൻ്റെ കാര്യം പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ പോയംസ്. ഓക്കെ, സ്പീച്ച് ചോദിച്ച ആളോട് സ്പീച്ചിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. സ്പീച്ചൊക്കെ നമ്മൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സ്പീച്ച് നിങ്ങൾ എഴുതുമ്പം ഇപ്പോൾ ഒരു ഓഡിയൻസിന്, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾ ഓഡിയൻസ് അല്ലേ, അപ്പം നിങ്ങളെ പറ്റി പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, ലൈക്ക് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ. അപ്പം നിങ്ങളെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്, അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വല്ല കോട്സും ഉണ്ടോ അതിടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മെയിൻ ബോഡി എന്തിനെ പറ്റിയിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേൾഡ് പീസിനെ പറ്റിയിട്ടാണ്, അപ്പോൾ വേൾഡ് പീസിൻ്റെ റെലവൻസ്, അതിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ പറയാം. എൻഡ് ചെയ്യുമ്പോൾ എല്ലാവരോടും നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് എൻഡ് ചെയ്യുക. താങ്ക് യു എഴുതാൻ മറക്കാതിരിക്കുക. ഓക്കെ, ബാക്കി വിത്ത് എക്സാമ്പിൾ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ആദ്യം ബ്ലോയിങ് ഇൻ ദ വിൻഡ് വരുന്നില്ലേ വരണ്ട, ഞാൻ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നം വരരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലൈവിൻ്റെ നോട്ട് ജോയിലെ ലൈവിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി വെക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വരില്ല, സമയം വെറുതെ വേസ്റ്റ് ആവുന്ന പ്രശ്നം വരില്ല. മിസ് എന്തേലും ഇയർ ചോദിക്കാത്ത പോയമുണ്ടോ അപ്രിസിയേഷൻ? ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഒരൊറ്റ വട്ടം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു വട്ടം ഏതൊരു എക്സാമിന് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. MXT പറയടാ, എന്താ ഡൗട്ട്? മിസ് ഗ്രാമർ ലൈവ് ഉണ്ട്. ഗ്രാമറിൻ്റെ ഒരു ലൈവ് നമ്മുടെ കഴിഞ്ഞു, അതിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചും കോൺവെർസേഷൻ കംപ്ലീഷനും എടുത്തായിരുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? വേറെ മിസ് ഗ്രാമർ ലൈവ് ഉണ്ടോ? ഏതൊക്കെ അപ്രിസിയേഷനും ഗ്രാമർ ലൈവും തന്നെ ഉള്ളൂ അല്ലേ? വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? യെസ്. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് എക്സാം സിമ്പിൾ ആയിരിക്കും കേട്ടോ, വളരെ സിമ്പിൾ എക്സാം ആയിരിക്കും. കാരണമൊന്നുമില്ല, ഇംഗ്ലീഷ് എക്സാം യൂഷ്വലി സിമ്പിളേ വരാറുള്ളൂ. ഓക്കെ, നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ എളുപ്പമായിട്ടാണ് ഫൈനൽ എക്സാംസ് വരാറ്. പിന്നെ ബേസിക്കലി വേറൊരു കാര്യമുണ്ട്, ആരൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും ഓക്കെ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് ഇടണേന്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം എഴുതാനല്ല അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആവറേജ് കുട്ടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ അബവ് ആവറേജ് ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആവുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യൻസ് ലൈക്ക് ടൈം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ആദ്യം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വാച്ചിൽ ഒരു തീരുമാനം എടുത്തിട്ട് പോവുക എക്സാമിൻ്റെ മുന്നേ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ഇത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര മിനിറ്റിൽ എഴുതും. ഓക്കെ, അതിൽ കുറവ് മാർക്ക് ഉള്ളതിന് കുറവ് മിനിറ്റിൽ എഴുതും. അങ്ങനെ ഈ കിട്ടുന്ന നിങ്ങൾക്ക് എക്സാമിനുള്ള ടൈം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് സ്പെയർ വെക്കുക. ആ 5 to 10 മിനിറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പേപ്പർ റിവൈസ് ചെയ്യാനും ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം നിങ്ങൾ ഒന്ന് മൈൻഡ് ചെയ്യുക. ഫ്രേസൽ വെർബ്സ് എത്ര ടഫ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നേ ചോദിക്കുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഫ്രേസൽ വെർബ്സ് അവർ ചോദിക്കാറില്ല.
ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഫ്രേസൽ വെർബ്സേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കോൺവെർസേഷൻ കംപ്ലീഷനിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യൻസും തമ്മിൽ മിസ്റ്റേക്ക് വരുത്തരുത്. കുറേ കുട്ടികൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ഹാഡ് ബെറ്റർ, വുഡ് യു മൈൻഡ് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു സംഭവമാണ്. അപ്പോൾ അത് നോക്കുക. ക്വസ്റ്റ്യൻ മേക്കിംഗ് ഒക്കെ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. മിസ് മോഡൽ എക്സാമിന് 68. ഓ ഡ്രീം ഗേൾ, അത് ഈസി ആയിട്ട് കിട്ടുമേടാ. എന്തായാലും മോഡൽ എക്സാംസിന് അവർ നിങ്ങൾക്ക് ഒന്ന് പിശുക്കി പിടിച്ചിട്ടേ മാർക്ക് ഇടുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. അപ്രിസിയേഷൻ എഴുതാൻ എത്ര ടൈം മാക്സിമം എടുക്കണം? അപ്രിസിയേഷൻ എഴുതാൻ അപ്രിസിയേഷൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ അത് എഴുതാൻ നിങ്ങൾക്ക് ഏതാനും സെക്കൻഡ്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളത് ഒരുപാട് ഭംഗിയാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ എഴുതിയ കാര്യം മൊത്തത്തിൽ കാണാനൊരു വൃത്തി ഉണ്ടാവണം, വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ഓക്കെ, നിങ്ങളിപ്പം കേഴ്സീവ് റൈറ്റിംഗ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ കേഴ്സീവ് റൈറ്റിംഗ് പ്രാക്ടീസിങ് ഒന്നും വേണ്ട, അതോടെ നിങ്ങളുടെ സ്പീഡ് കുറയുള്ളൂ. ഓക്കെ, എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതുക, ഒരുപാട് വെട്ടും ഇതൊന്നും ഇല്ലാണ്ട് എഴുതുക. അപ്പോൾ അപ്രിസിയേഷൻ ഇപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 6 to 7 മിനിറ്റ്സിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോവാത്ത രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. കുറച്ച് ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റുമോ? ഓക്കെ, യെസ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എത്ര എക്സ്പെക്റ്റഡ് എന്നുള്ളത്. ഓക്കെ, 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങളൊരു 12 മിനിറ്റ്സ് എടുക്കാമെന്ന് വിചാരിക്കുക. കാരണം നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് അത്ര ചിന്തിക്കാനില്ല. നിങ്ങളൊരു ഹോൾ പോയിന്റ് അപ്രിസിയേഷൻ എഴുതുന്നില്ല, നിങ്ങൾ ആകെ എഴുതുന്ന 2 സ്റ്റാൻസയുടെ ആണ്. ഓക്കെ, ആ സ്റ്റാൻസയുടെ സമ്മറിയാണ് നിങ്ങൾക്ക് സെക്കൻഡ് പാരഗ്രാഫ്. നിങ്ങൾ അത് നോക്കിയിട്ട് അത് മനസ്സിലായ കാര്യം എഴുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വരുന്ന പോയറ്റിക് ഡിവൈസ് ആണ്. അതിന് വേണമെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ 2 to 3 മിനിറ്റ്സ് എടുത്തോളൂ. ഓക്കെ, പാർവണ, നിങ്ങളുടെ കേഴ്സീവ് റൈറ്റിംഗ് ഇല്ലേ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പോയിട്ട് ഇത് I ആണോ N ആണോ എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ നോക്കുക. ഓക്കെ, പക്ഷെ ലാസ്റ്റ് മിനിറ്റിലെ ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ചിന് നിൽക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ഫുൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്പീഡ് നിങ്ങളുടെ എഴുത്ത് മാറ്റി പ്രാക്ടീസ് ചെയ്താൽ കിട്ടൂല. ഇനി എഴുത്ത് മാറ്റി എഴുതി പഠിക്കാനുള്ളൊരു ടൈം നമുക്കില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിനി നാളത്തെ ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ നാളെ 5 മണിക്കാണ് നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും കറക്റ്റ് 5 മണിക്ക് തന്നെ ചാനലിൽ ഉണ്ടാവുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള 2021 തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇന്ന ഏരിയാസിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, അവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കുറച്ച് ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നന്നായി ഉറങ്ങിയിട്ട് ബോഡിക്കും മൈൻഡിനും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ബൈ.